കാല് രണ്ടും ഒരു ചരട് കൊണ്ട് കെട്ടി, മടം കൊണ്ട് കെട്ടി മുകളിലേക്ക് വലിച്ചു കെട്ടിയിട്ട് എന്റെ പാദങ്ങളിൽ അവർ ചൂരൽ കൊണ്ടടിക്കാൻ തുടങ്ങി. ഉപദ്രവം സഹിക്കാൻ കഴിയാതെ വണ്ണം ഒരു ദിവസം എന്റെ അലമാരിക്കകത്ത് ഒരു ഓപ്പൺ അലമാരിക്കകത്തിട്ട് അകത്തേക്ക് കയറ്റിയിട്ട് അടച്ചിട്ട് അവരെന്നോട് പറഞ്ഞു, നിന്നെ അകത്ത് വെച്ചിട്ട് ഞങ്ങൾ ഇതിന്റെ അകത്ത് ഇലക്ട്രിസിറ്റി കൊടുക്കും. അരോമ ടിവിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ദൈവാസന്നിധിയിൽ നാം ഒരുമിച്ച് ആയിരിക്കാൻ കർത്താവ് കൃപ ചെയ്തത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവവും ദൈവം നടത്തിയ അത്ഭുതകരമായ വേളയെ കുറിച്ച് പങ്കുവയ്ക്കേണ്ടതിന് ഇന്ന് നമ്മൾ ക്ഷണം സ്വീകരിച്ച് ജോയിൻ ചെയ്തിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ എബ്രഹാം അവറുകളാണ്. തൻ്റെ ജീവിതാനുഭവം നമുക്ക് ഏവർക്കും അനുഗ്രഹമായി തീരേണ്ടതിന് ശ്രദ്ധയോട് പ്രാർത്ഥനയോട് സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ഈ വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്യാം. ഇന്ന് നമ്മോടൊപ്പം തുടർന്ന് സംസാരിക്കുന്നതിനായിട്ട് കർത്താവിൻ്റെ ദാസൻ പ്രിയ എബ്രഹാം അവറുകളെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടുകൂടി അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനായിട്ട് ഞങ്ങൾ സ്വാഗതം ചെയ്തു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പരിശുദ്ധമായിട്ടുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ടതായ നല്ല സമയത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. എന്റെ പേര് പാസ്റ്റർ എബ്രഹാം ഏലപ്പാറ. കർത്താവിന്റെ മഹത്വമേറിയ ശുശ്രൂഷയില് ഈ നാളുകളിൽ ഏലപ്പാറ ബോണാമി എന്ന ദേശത്ത് കർത്താവിന്റെ മഹത്വമേറിയ ശുശ്രൂഷയിലായിരിക്കുന്നു. ഭവനത്തില് വൈഫ്, 2 കുഞ്ഞുങ്ങൾ. വൈഫിന്റെ പേര് മരിയ എബ്രഹാം. ഒപ്ട്രോമറ്റിസ്റ്റ് ആയിട്ട് ഈ നാളുകളിൽ ചെറിയ ജോലിയിലായിരിക്കുന്നു. മോന് ഫ്രാങ്കോ എബ്രഹാം 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. മോള് ഫെബി എബ്രഹാം 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഭവനത്തില് മാതാവും പിതാവും ഉണ്ട്. ഒരു സഹോദരിയുണ്ട്. സഹോദരിയും ഹസ്ബൻഡും 2 കുഞ്ഞുങ്ങളുമാണ്. ഞങ്ങളുടെ സമീപത്ത് തന്നെ അവരും ആയിരിക്കുന്നു. കുഞ്ഞു പ്രായം മുതൽ കർത്താവിന്റെ വിലയേറിയ നാമത്തെ അറിഞ്ഞുകൊണ്ട് കർത്താവിന് വേണ്ടി കുടുംബമായി ജീവിക്കുവാനൊക്കെയും കർത്താവ് വലിയ അവസരങ്ങൾ നൽകി. അതിനെ ഓർത്തിട്ട് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകമായി ഈ നല്ല സമയത്ത് കർത്താവിൽ അനുഗ്രഹിത ദൈവദാസൻ പാസ്റ്റർ ഡാനിയൽ ജോൺ അവர்களுക്കായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അരോമ ടിവിയിൽ ഈ നാളുകളിൽ കർത്താവിന്റെ മഹത്വമേറിയ ശുശ്രൂഷയിലായിരിക്കുന്ന ദൈവദാസനും പ്രത്യേകമായി ഈ അരോമ ടിവിയിലൂടെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള പ്രത്യേകമായിട്ടുള്ള വന്ദനം ഞാൻ പറയുന്നു. കർത്താവ് നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ. എന്റെ കുഞ്ഞ് പ്രായം മുതൽ ജീവിതത്തിൽ ഒത്തിരി അനുഭവങ്ങളിലൂടെയാണ് ഞാൻ കടന്നുപോയത്. ഞാൻ ജനിച്ചത് ഒരു ക്രിസ്ത്യൻ ഫാമിലിയിലാണ്. CSI ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന ഒരു ഫാമിലിയിലാണ് ഞാൻ ജനിച്ചത്. പപ്പായും മമ്മിയും നന്നായി പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവത്തിലാണ് അവരായിരുന്നത്. അതുകൊണ്ട് ആ ഒരു ചുറ്റുവട്ടാരത്തിൽ വളർന്നു വന്നതുകൊണ്ടും കുഞ്ഞു പ്രായത്തിൽ തന്നെ യേശു കർത്താവിനെ അറിയുവാനും പ്രാർത്ഥിക്കുവാനും സൺഡേ സ്കൂളിൽ പോകുവാനും കർത്താവിന്റെ വചനം പഠിക്കാനൊക്കെ ഈ കുഞ്ഞു പ്രായത്തിൽ നല്ല അവസരങ്ങൾ കർത്താവ് എനിക്ക് നൽകി. എന്നാൽ നാളുകൾ മുന്നേ പോകുമ്പോൾ ക്രിസ്ത്യൻ ഫാമിലിയിൽ ജനിച്ചതാണ്. പക്ഷേ ജീവിതത്തിന്റെ അകത്ത് യേശുവിനെ നന്നായി അറിയാതെ, അല്ലെങ്കിൽ യേശു എന്നറിയാം, ദൈവം എന്നറിയാം, പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷെ വ്യക്തമായി യേശുവിനെ കുറിച്ച് അറിയാതെ ഒരു കുറെ വർഷങ്ങൾ അങ്ങനെ മുമ്പിലോട്ട് പോയിക്കൊണ്ടിരുന്നു. എൻ്റെ വിദ്യാഭ്യാസം ഞാൻ ചെയ്തത് ഇടുക്കി ജില്ലയിലെ ഏലപ്പാറ എന്ന ഒരു ചെറിയ ഗ്രാമം. അവിടെ പഞ്ചായത്ത് ഹൈസ്കൂളിൽ പഠിക്കുകയും 10ാം ക്ലാസ് പൂർത്തീകരിക്കുകയും തുടർന്ന് 2002 പ്രീ ഡിഗ്രി
ഏറ്റവും ലാസ്റ്റ് ബാച്ചാണ് കേരളത്തിൽ പ്രീ ഡിഗ്രി. ട്രിവാൻഡ്രത്തില് ആർട്സ് കോളേജിൽ പ്രീ ഡിഗ്രി ചെയ്യുവാനും തുടർന്ന് യൂണിവേഴ്സിറ്റി കോളേജിൽ ഡിഗ്രി ചെയ്യുവാനൊക്കെയും കർത്താവ് വിദ്യാഭ്യാസ മേഖലയിൽ വലിയ അവസരങ്ങൾ നൽകി. തുടർന്ന് ഈ കുഞ്ഞു പ്രായത്തിൽ തന്നെ ജീവിതത്തിലെ ഒത്തിരി അനുഭവങ്ങളിലൂടെ കടന്നു പോകുവാൻ കർത്താവ് സഹായിച്ചു. ഒരു കാര്യം, ഈ സാക്ഷ്യം ഞാൻ കൈമാറുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്ത് ഞാൻ ഈ സാക്ഷ്യം പറയുമ്പോൾ ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു, അനേക കുഞ്ഞുങ്ങൾ, അനേക തലമുറകൾ ഈ നാളുകളിൽ കുഞ്ഞു പ്രായത്തിൽ തന്നെ കർത്താവ് പല മേഖലകളിൽ തൊട്ടിട്ടുണ്ട്. കുഞ്ഞു പ്രായത്തിൽ തന്നെ ദൈവത്തിന്റെ വലിയ സാന്നിധ്യം അനുഭവിക്കുകയും ദൈവിക നന്മകൾ കാണുകയും വിടുതൽ കാണുകയും അത്ഭുതങ്ങൾ കാണുകയും ഒക്കെയും ചെയ്ത് അനേക തലമുറകൾ എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ എന്റെ ജീവിതത്തിന്റെ അകത്ത് കർത്താവ് ചെയ്തൊരു വലിയ അത്ഭുതം ഞാൻ വളരെ പ്രാർത്ഥനയോടുകൂടി കൈമാറുവാൻ ആഗ്രഹിക്കുന്നു. 1991 എനിക്ക് 10 വയസ്സ് പ്രായമുള്ള സമയത്ത് ഞാന് ഈ അവസ്ഥയിൽ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ താമസിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് എസ്റ്റേറ്റ് മേഖലയാണ്, അല്ലെങ്കിൽ തേയില അല്ലെങ്കിൽ ടീ നുള്ളി ജീവിക്കുന്ന ഒരു പ്രത്യേകമായിട്ടുള്ള എസ്റ്റേറ്റ് മേഖലയിലാണ് ജനിച്ചു വളർന്നത്. എസ്റ്റേറ്റിൽ ജോലി ചെയ്യുന്നവർക്കെല്ലാം താമസിക്കുവാനായിട്ട് ഒരു എസ്റ്റേറ്റ് ലൈൻ എന്ന് പറഞ്ഞ ഒരു നീണ്ടു കിടക്കുന്ന ഒരു ഓരോരുത്തർക്കും ഓരോ വീടുകൾ അങ്ങ് കൊടുക്കാറുണ്ട്. ആ ലൈൻസിൽ പിറന്ന് വളർന്ന് അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വീട്ടിൽ നിന്ന് ഞങ്ങളുടെ അമ്മച്ചി, എൻ്റെ പപ്പയുടെ സഹോദരി ആന്റി, അവർ കുറെ നിലം വാങ്ങി ഞങ്ങൾ അവിടെ ഒരു ചെറിയ ഭവനം വെച്ച് അവിടെ ഞാനും എൻ്റെ അമ്മച്ചിയും എൻ്റെ ആന്റിയുമായി ഞങ്ങൾ 3 പേരും അവിടെ താമസിക്കുവാൻ തുടങ്ങി. പപ്പയും മമ്മിയും സഹോദരിയും ഈ എസ്റ്റേറ്റ് ലൈൻസിലാണ് താമസിച്ചു കൊണ്ടിരുന്നത്. എന്നാൽ 1991 ഞാൻ ക്ലാസ്സിൽ പോയി, സ്കൂളിൽ പോയി പഠിച്ചിട്ട് വൈകുന്നേരം വീട്ടിലേക്ക് മടങ്ങി വന്നിട്ട് എസ്റ്റേറ്റ് ലൈൻസിൽ അപ്പയും അമ്മയൊക്കെ കണ്ടിട്ട് രാത്രിയിൽ ഞങ്ങൾ കിടന്നുറങ്ങുന്നത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ അമ്മച്ചിയുടെയും ആന്റിയുടെയും ആ ഭവനത്തിലാണ്, അല്ലെങ്കിൽ ആ വീട്ടിലാണ് ഞാൻ രാത്രികളിൽ. അവരാണ് എന്നെ ശ്രദ്ധിച്ചിരുന്നത്, എന്നെ നോക്കിയിരുന്നത്, എന്റെ കാര്യങ്ങളൊക്കെ. എന്നാൽ ആ ഒരു രാത്രിയിൽ 1991 ജൂൺ മാസം 23-ാമത്തെ ദിവസം രാത്രിയിൽ ഒരു 12:45 സമയമാകുമ്പോൾ ഒരു വലിയ ശബ്ദം ഞാൻ ആ റൂമിന്റെ അകത്ത് കേൾക്കുക. ഒരു ചെറിയ വീടാണ്. ആ ഒറ്റ ബെഡ്റൂമിലാണ് ഞാനും എൻ്റെ അമ്മച്ചിയും എൻ്റെ ആന്റിയും 2 കട്ടിലിൽ, ഞാനും എൻ്റെ അമ്മച്ചി ഒരു കട്ടിലും എൻ്റെ ആന്റി തൊട്ട് അടുത്ത് തന്നെ വേറൊരു കട്ടിലുമാണ് കിടന്നുറങ്ങുന്നത്. 12:45 ഞാൻ കേട്ട ഒരു ശബ്ദം എന്തെന്ന് വെച്ചാൽ, എൻ്റെ ആന്റി കടന്ന് ശബ്ദമുണ്ടാക്കുന്നു, എന്നെ ഒന്നും ചെയ്യരുതേ, എന്നെ വിട്ടേക്കണേ എന്ന് പറഞ്ഞൊരു ഭയങ്കര ശബ്ദം ഞാൻ കേൾക്കുന്നു. ആ സമയത്ത് ആ കട്ടിലിൽ ആ ഭിത്തിയോട് ചേർന്ന് കിടക്കുന്ന ഞാൻ ഈ ശബ്ദം കേട്ടിട്ട് എഴുന്നേൽക്കാതെ വീണ്ടും ഒരു കമ്പിളി എടുത്ത് അങ്ങ് പുതച്ചിട്ട് വീണ്ടും ആ ഭിത്തിയോട് ചേർന്ന് ഞാൻ കിടന്നുറങ്ങുവാനായിട്ട് ശ്രമിക്കുന്നു. സാധാരണ നമ്മൾ ഒരു ശബ്ദം കേട്ട് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ബഹളം ഉണ്ടാക്കി കേൾക്കുമ്പോൾ പൊതുവെ നമ്മൾ എഴുന്നേൽക്കാറുണ്ട്. എന്നാൽ ഇവിടെ ആ സമയത്തും ഞാൻ വീണ്ടും ഉറങ്ങുവാൻ, അല്ലെങ്കിൽ പുതപ്പ് വലിച്ച്, അല്ലെങ്കിൽ ഒരു തണുപ്പ് സമയമാണ്. ജൂൺ മാസം ഇവിടെ ഭയങ്കരമായി മഴ പെയ്യുന്ന തണുത്ത അവസ്ഥയുള്ള ഒരു സമയമാണ്. ആ സമയത്ത് വീണ്ടും ഞാൻ ഉറങ്ങുവാനായിട്ട് ശ്രമിക്കുന്നു. എന്നാൽ കുറച്ചു നേരം കഴിഞ്ഞ ഉടനെ തന്നെ എൻ്റെ അമ്മച്ചി എന്നെ വിളിക്കുന്നു. എൻ്റെ അമ്മച്ചി എന്നെ വീട്ടിൽ രതീഷ് എന്നാണ് പേര് പറഞ്ഞ് വിളിക്കുന്നത്. അമ്മച്ചി എന്നെ വിളിച്ചിട്ട് ലൈറ്റ് ഓൺ ചെയ്യാനായിട്ട് പറയുന്നു. ആ സമയത്ത് ഞാൻ എഴുന്നേറ്റിട്ട് ലൈറ്റ് ഓൺ ആക്കി നോക്കുമ്പോൾ ഞാൻ കണ്ടൊരു കാഴ്ച ഇപ്രകാരമാണ്. എൻ്റെ ആ ആന്റിയെ ഞാൻ നോക്കുമ്പോൾ
എന്റെ ആന്റിയുടെ ഈ തലഭാഗത്ത്, ഈ ഈ സെൻട്രൽ ഭാഗത്ത് ഒരു വലിയ ആ, ആ, ആമേൻ, എന്താണ്, കത്തി കൊണ്ട് വെട്ടി ഈ തലച്ചോറ് മുഴുവനും പുറത്തു ചാടിക്കിടക്കുന്ന ഒരു കാഴ്ചയാണ് ഞാൻ കണ്ടത്. ആ സമയത്ത് ഞാൻ എന്റെ അമ്മച്ചിയിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ എന്റെ അമ്മച്ചി തറയിൽ കിടന്ന് കൈയും കാലും ഇട്ട് അടിക്കുകയാണ്. ആ സമയത്ത് ഞാൻ കണ്ട കാഴ്ച, ആ റൂം മുഴുവനും ഒരു തോടിൽ വെള്ളം ഓടുന്നത് പോലെ ബ്ലഡ് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അത് കണ്ട ഉടനെ തന്നെ എന്റെ അമ്മച്ചിയുടെ പുറം ഭാഗമെല്ലാം വെട്ടി അങ്ങ് പിളർന്നു കിടക്കുന്നത് പോലെ ഒരു സാഹചര്യമാണ് ഞാൻ കണ്ടത്. ആ സമയത്ത് ഞാൻ എഴുന്നേറ്റിട്ട് എന്റെ അമ്മച്ചി എന്നോട് ഇങ്ങനെ പറഞ്ഞു, മോനെ, ഞങ്ങൾക്ക് കുറച്ച് വെള്ളം തരും. ആ സമയത്ത് ഞാൻ അടുക്കളയിലേക്ക് പോയി നോക്കുമ്പോൾ ഞാൻ കണ്ട കാഴ്ച പ്രകാരമാണ്, ഓട് പൊളിഞ്ഞു കിടക്കുന്നു. ഓട് പൊളിച്ച് ആരോ അകത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. രണ്ടാമത് ഞാൻ അടുക്കള കതക് നോക്കുമ്പോൾ അടുക്കളയിലെ കതക് തുറന്നു കിടക്കുകയാണ്. ഈ സാഹചര്യത്തിൽ എന്ത് ചെയ്യണമെന്നറിയില്ല. വളരെ ഭയപ്പെട്ട നിലയിൽ വെള്ളം കോരിക്കൊണ്ട് അമ്മച്ചിക്കും എന്റെ ആന്റിക്കും വായിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്തു. ആ സമയത്ത് എന്നോട് പറഞ്ഞു, ആരെങ്കിലും വിളിക്ക്, മരണ സാഹചര്യത്തിലാണ് നിൽക്കുന്നേ. ആ സമയത്ത് ഞാൻ പുറത്തേക്ക് ഇറങ്ങി. ആ സമയത്ത് എന്തോന്നറിയില്ല, ഒരു ഭയങ്കര ബലം അകത്തേക്ക് വന്നതുപോലെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് അടുത്ത വീട്ടുകാർ, ആ സമയത്ത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ജൂൺ മാസമാണ്, നല്ല മഴ സമയമാണ്. പുറത്തേക്ക് വിളി കേൾക്കില്ല. തൊട്ട് ഒരു ചെറിയൊരു കായലുണ്ട്, അതിന്റെ അപ്പുറത്താണ് ഒരു വീടിരിക്കുന്നത്. അവിടേക്ക് ശബ്ദം എത്തണമെങ്കിൽ നന്നായിട്ട് ശബ്ദം ഉയർത്തി വിളിക്കണം. ഞാൻ വിളിച്ചു. അവർ കുറച്ചു നേരം കഴിഞ്ഞിട്ട് അവർ ഓടി വന്ന് ഭവനത്തിലേക്ക് കയറി വരുമ്പോൾ അവർ കണ്ട കാഴ്ച പ്രകാരമാണ്. അവരെന്നോട് ചോദിക്കുകയാണ്, ഇതാരാണ് ഈ സംഭവം, ഈ കൊല ചെയ്തത്, ആരാണ് കൊന്നുകളഞ്ഞത് എന്ന് എടുത്തെടുത്ത് അവർ ആവർത്തിച്ച് ചോദിക്കുമ്പോൾ എനിക്കൊന്നും പറയാനില്ല. കാരണം ഞാനൊന്നും കണ്ടിട്ടില്ലായിരുന്നു. എന്നാൽ മമ്മിയൊക്കെ ഓടി വന്നു. ജനമെല്ലാം കൂടി. എനിക്ക് തോന്നുന്നു 1 കിലോമീറ്റർ പോകുന്നതിന് മുമ്പ് തന്നെ എന്റെ അമ്മച്ചിയും ആന്റിയും മരിക്കാനായിട്ടിടയായി തീർന്നു. അങ്ങനെ ആ സമയത്ത് എല്ലാവരും അവിടെ തടിച്ചുകൂടി. പോകുന്ന പുറത്തേക്ക് എടുത്ത്, ആ സമയത്തൊന്നും വാഹനങ്ങളില്ല, പുറത്തേക്ക് കൊണ്ടുവന്ന് ദൂരം നിന്നൊരു ജീപ്പ് വരണമായിരുന്നു. അവർ കുറച്ച് ദൂരം പോയപ്പോ തന്നെ അമ്മച്ചിയും എന്റെ ആന്റിയും മരിക്കാറുണ്ട്. ഞാൻ ഒരു കാര്യം എടുത്ത് ആവർത്തിച്ചു പറയുന്നു. ദൈവത്തിന്റെ വചനത്തിൽ ഇങ്ങനെ കാണുന്നു, ലോക സ്ഥാപനത്തിന് മുമ്പേ അവൻ നമ്മെ കണ്ടവനാണ്. അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ അവൻ നമ്മെ പേർ ചൊല്ലി വിളിച്ച കർത്താവാണ്. അങ്ങനെയെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു, ആ സമയത്ത് ഞാൻ എഴുന്നേക്കുകയോ അല്ലെങ്കിൽ ശബ്ദമുണ്ടാക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ആ കൊലയാളി എന്നെയും ആ സമയം കൊന്നു കളഞ്ഞനെ. കാരണം ഒരു ഐ എവിഡൻസ് ആണ്. കണ്ടിട്ടുണ്ടെങ്കിൽ അതൊരു ഐ എവിഡൻസ് ആയി മാറും. അവർക്ക് നന്നായിട്ട് അറിയാം ആ സമയം എന്നെ കൊന്നു കളഞ്ഞത്. അങ്ങനെയെങ്കിൽ ഇന്ന് പകല് ഈ പ്രത്യേകമായ നിമിഷങ്ങളിൽ ഈ സാക്ഷ്യം ഞാൻ കൈമാറിക്കൊണ്ടിരിക്കുമ്പോൾ വളരെ വ്യക്തമായി ഞാൻ പറയുന്നു, വാഗ്ദത്തം നമ്മുടെ മേൽ ഉണ്ട് എങ്കിൽ ഒരു ശത്രുവിനും, ഒരു പൈശാചിക മണ്ഡലത്തിനും, ഒരു മരണത്തിനും നമ്മെ ജയിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് സ്തോത്രം. തുടർന്ന് ഈ സംഭവം കഴിഞ്ഞ ഉടനെ തന്നെ പോലീസ് വരികയും രാത്രിയിൽ ആ സമയത്ത് എന്നെ വിളിച്ച് ആ സമയത്ത് ചോദിച്ചു, ആരാണ് ഈ കൊല ചെയ്തത്, ആരാണ് ചെയ്തത്, നിനക്കറിയാം, നീ കണ്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, എനിക്കൊന്നും അറിയില്ല. ലൈറ്റ് ഓഫ് ആക്കിയിട്ടിട്ടാണ്, പൂർണ്ണമായി എല്ലാം ഓഫ് ചെയ്തിട്ടാണ് ഈ കൊലപാതകം അവർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് എനിക്കൊന്നും കാണാൻ പറ്റിയില്ല, എനിക്ക് ആരെന്നറിയില്ല എന്ന് ഞാൻ ആവർത്തിച്ച് അവരോട് പറഞ്ഞു. എന്നാൽ അങ്ങനെ നാളുകൾ ആ കേസുമായി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ജീവിതത്തിന്റെ അകത്ത് ഞാൻ ഏറ്റവും അധികം സ്നേഹിച്ച, എന്നെ ഏറ്റവും നന്നായി ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന പ്രിയ അമ്മച്ചിയും പ്രിയ ആന്റിയുമാണ് ലോകം വിട്ട് മാറ്റപ്പെട്ടത്. ആ സമയത്ത് ലോകത്തിൽ, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ദേശം മുഴുവനും ഈ സംഭവങ്ങൾ അറിയുവാനായിട്ട് തുടങ്ങി. പത്രങ്ങളിൽ വരുവാൻ തുടങ്ങി, ന്യൂസുകളിൽ വരുവാൻ തുടങ്ങി. ആ സമയത്തെല്ലാം പോലീസുകാർ വന്ന് എന്നും എന്നെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിനക്കറിയാം, പറ, പേര് അറിയാം, നിനക്ക് ആ ആളെ അറിയാം. ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല, ഞാൻ കണ്ടില്ല. അങ്ങനെ എന്റെ ജീവിതത്തിന്റെ അകത്ത് എനിക്ക് തോന്നുന്നു ഒരു 4 വർഷം അമേൻ ഈ കേസ് തെളിയുന്നില്ല. ആരാണ് ഈ കൊല ചെയ്തത്, ആരാണ് ഈ സംഭവം ചെയ്തതെന്ന് തെളിയാത്തത് കൊണ്ട്
എന്റെ ജീവിതത്തിൽ മുഴുവനും പഠിക്കേണ്ട ടൈമുകൾ പഠിക്കുവാൻ കഴിയാത്തവണ്ണം പോലീസുകാർ വരും, എന്നെ കൊണ്ടുപോകും. പോലീസുകാര് ക്ലാസ് റൂമിൽ നിന്ന് എന്നെ വിളിച്ചുകൊണ്ട് പോകും. അങ്ങനെ ജീവിതത്തിൽ ആകമാനം ഭയപ്പെട്ട ഒരു പ്രത്യേക സാഹചര്യമാ എന്റെ കുഞ്ഞു പ്രായത്തിൽ മുതൽ ഞാൻ അനുഭവിച്ചു കൊണ്ടിരുന്നത്. എന്നാൽ ഞാൻ ഒന്ന് പറയാം, ഈ സാഹചര്യത്തിലും പ്രാർത്ഥിക്കുന്ന ഒരു മാതാപിതാക്കൾ കർത്താവ് എനിക്ക് നൽകിയിട്ടുണ്ടായിരുന്നു. അവരുടെ പ്രാർത്ഥന, അവരുടെ എനിക്ക് നന്നായിട്ട് അറിയാം. ഹല്ലേലൂയ. മലമുകളിൽ ഈ മഴ സമയങ്ങളിൽ ഒന്നും നോക്കാതെ കർത്താവിന് വേണ്ടി ഓടുന്ന ഒരു മാതാപിതാക്കളായിരുന്നു. ഞാൻ വിശ്വസിക്കുന്നു അവരുടെ പ്രാർത്ഥന കൊണ്ട്, അവർ കർത്താവിന്റെ മുമ്പിൽ നിലവിളിച്ചത് കൊണ്ടും, ജീവിതത്തിന്റെ അകത്ത് ഇങ്ങനെ പ്രതികൂലമായ സാഹചര്യങ്ങൾ എഴുന്നേറ്റ് നിന്ന വേളയിലും കർത്താവ് ഞങ്ങളെ കരം പിടിച്ചു നടത്തുകയുണ്ടായി. അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, 4 വർഷം മുമ്പിലോട്ട് പൊക്കൊണ്ടിരിക്കുന്നു. 4 വർഷം എന്തു ചെയ്യുന്ന അറിയില്ല. പേടി, ഭയം. കാരണം പോലീസുകാർ വരുന്നു, അവൻ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നു, മറ്റുള്ളവരെ ചോദ്യം ചെയ്യുന്നതെല്ലാം ഞാനിത് കണ്ടുകൊണ്ട് കാണുകയും കേൾക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഓർത്തു, എന്റെ ജീവിതം ഇതോടെ തീർന്നുപോയി. അങ്ങനെ കേരളത്തിൽ എനിക്ക് തോന്നുന്നു ട്രിവാൻഡ്രത്ത്, ആലുവയില് പല പോലീസ് സ്റ്റേഷനുകളിൽ ഇങ്ങനെ ഞങ്ങളെ കൊണ്ടുപോയി ചോദ്യം ചെയ്യാനായിട്ട് തുടങ്ങി. അവസാനം ഈ കേസ് തെളിയാതെ വന്നപ്പോൾ ക്രൈംബ്രാഞ്ചിലേക്ക് ഈ കേസ് അങ്ങ് കൈമാറി. അന്ന് ക്രൈംബ്രാഞ്ചിന്റെ ഉന്നത നിലയിലിരുന്ന ടോമിൻ കെ തച്ചങ്കരി, അദ്ദേഹമാണ് ഇടുക്കി ജില്ലയില് ആദ്യമായിട്ട് ഒരു ക്രൈംബ്രാഞ്ച് എടുക്കുന്ന കേസ് എന്ന് പറയുന്നത് ഈ കേസാണ്. കാരണം അമ്മച്ചി ഈ കോൺഗ്രസ് പാർട്ടിയില് ചില കാര്യങ്ങൾക്കൊക്കെ മുൻനിരയിൽ നിന്ന ഒരു വ്യക്തിയായിരുന്നു. അതുകൊണ്ട് വേഗത്തിൽ ആ സമയം കരുണാകരനാണ് അന്ന് മുഖ്യമന്ത്രിയായിരുന്നത്. ആ സമയത്ത് മേളിൽ നിന്ന് പ്രസിംഗ് വന്നതുകൊണ്ട് അത് പെട്ടെന്ന് ക്രൈംബ്രാഞ്ചിലേക്ക് കൊടുത്തു. ടോമിൻ കെ തച്ചങ്കരി ഇവിടെ വന്നിട്ട് എന്നെ മടിയിൽ എടുത്തു വെച്ചിട്ട് ഇങ്ങനെ ചോദിച്ചു, മോനെ, നീ പറടാ, നിനക്കറിയാം ആരാണെന്ന്. നീ ആ സംഭവം കണ്ടോ? നിനക്കറിയാൻ ആരാന്ന്? ആ സമയം മുതൽ വീണ്ടും വീണ്ടും ഈ ചോദ്യമാ. അതുകൊണ്ട് എന്റെ അകത്ത് ഈ കേസ് തെളിയുന്നില്ല, നാളുകൾ പൊക്കോണ്ടിരിക്കുന്നു, എന്തു ചെയ്യണം എന്നറിയുന്നില്ല. ഇവർ പല പേരുകൾ പറയാൻ പറയുന്നു. അവസാനം സംഭവിച്ചതെന്ന് അറിയാമോ? ലാസ്റ്റ് ടൈമിൽ വരുമ്പോൾ, ഈ കേസ് തെളിയാതെ വരുമ്പോൾ അവരെന്നോട് പറഞ്ഞു, നിന്നെ മാത്രം രക്ഷിച്ചുകൊണ്ട്, നിന്നെ തൊടാതെ വണ്ണം, സ്വത്തിനു വേണ്ടി, കാര്യസാധ്യതകൾക്ക് വേണ്ടി നിന്റെ അപ്പനാണ് ഈ കൊല ചെയ്തത്. ആമേൻ. അങ്ങനെ അവർ വീണ്ടും വീണ്ടും ആ കേസിന്റെ വഴിത്തിരിവുകളിലേക്ക് അല്ലെങ്കിൽ തിരിയാനായിട്ട് തുടങ്ങി. ആ സമയത്ത് എന്റെ അകത്തും ഇങ്ങനെ വേദനകൾ വരാൻ തുടങ്ങി. ഒരിക്കലും എന്റെ അപ്പൻ ഇത് ചെയ്യില്ല. കാരണം പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യൻ, കർത്താവിന് വേണ്ടി ഓടുന്ന ഒരു മനുഷ്യൻ ഒരിക്കലും അത് ചെയ്യില്ല. എന്റെ അകത്ത് പൂർണ്ണമായ വിശ്വാസം ഉണ്ടായിരുന്നു. എന്നാൽ ഈ കേസിന്റെ നാളുകൾ മുമ്പിലേക്ക് പോകുന്നത് കൊണ്ട് എന്തു ചെയ്യണമെന്നറിയാതെ പോലീസുകാർ എന്ത് ചെയ്തെന്നറിയാമോ? അപ്പന്റെ പേരില്, അപ്പന്റെ തലയില് ഈ കേസ് വെക്കാം എന്നവർ ആലോചിക്കാൻ തുടങ്ങി. എന്നാൽ ഒരു ദിവസം ആലുവ പോലീസ് സ്റ്റേഷനിൽ എന്റെ അപ്പനെ കൊണ്ടുപോയി നന്നായിട്ട് അടിക്കുന്ന, ഒച്ച ഉണ്ടാക്കുന്നത് ഞാൻ പുറത്തിരുന്ന് കേൾക്കുകയാണ്. അകത്തേക്ക് കൊണ്ടുപോയിട്ട് നന്നായിട്ട് തല്ലുന്നു. ആ ശബ്ദം ഉയർത്തുന്നത് എനിക്ക് നന്നായിട്ട് കേൾക്കുന്നുണ്ട്. ഒത്തിരി വേദനപ്പെട്ടു, ഒത്തിരി ഹൃദയഭാരമുണ്ടായി, ഒത്തിരി തകർന്നു പോയി. ഇനി ജീവിതമില്ല, എല്ലാം തീർന്നു പോയി എന്ന് നിൽക്കുന്ന സമയത്ത് വീണ്ടും ഞങ്ങൾ വിശ്വസിച്ചു, ഞങ്ങളെ രക്ഷിച്ച ഒരു കർത്താവുണ്ട്, ഞങ്ങളെ വീണ്ടെടുത്ത ഒരു കർത്താവ് ഞങ്ങൾക്കുണ്ട്. അമ്മ പ്രാർത്ഥിക്കാൻ തുടങ്ങി, കുടുംബങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ സാഹചര്യത്തിൽ എല്ലാവരും പറഞ്ഞു, ലോകമെല്ലാം പറയാൻ തുടങ്ങി, മോനെ രക്ഷിച്ചുകൊണ്ട് അപ്പനായിരിക്കും ആ കൊല ചെയ്തത് എന്ന് ഒത്തിരി വേദനപ്പെടുത്തുവാൻ തുടങ്ങി. കൂടെയുള്ളവർ, സഹോദരങ്ങൾ, ബന്ധുക്കളെല്ലാം അങ്ങനെ സംസാരിക്കാനായിട്ട് തുടങ്ങി. എന്നാൽ മടുത്തുപോയില്ല. അപ്പൻ വീട്ടിൽ വന്നിട്ട് വീണ്ടും പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. സംഭവിച്ചത് വേറൊന്നുമല്ല, കുറെ നാളുകൾ മുമ്പിലേക്ക് പോയി. അവസാനം ഈ കേസ് തെളിയാതെ വന്നപ്പോൾ എന്നോട് പറഞ്ഞു, നീ ഒരു പേര് പറയണം, നീ ഒരു പേര് പറയണം. എന്നെ ഒരു കസേരയിൽ ഇരുത്തിയിട്ട് അതിന്റെ അതിൽ ഇരുത്തി കാല് രണ്ടും ഒരു ചരട് കൊണ്ട് കെട്ടി, മടം കൊണ്ട് കെട്ടി, മുകളിലേക്ക് വലിച്ചു കെട്ടിയിട്ട് എന്റെ പാദങ്ങളിൽ അവർ ചൂരിൽ കൊണ്ടടിക്കാൻ തുടങ്ങി. എന്നിട്ട് പറഞ്ഞു, നീ ഒരു പേര് പറ, നീ ഒരു പേര് പറഞ്ഞാൽ മതി. നിനക്കറിയാം, നീ ഒരു പേര് പറഞ്ഞാൽ ഈ കേസെല്ലാം തീരും. നിന്റെ അമ്മച്ചിയെ കൊല്ലന്മാർ നമുക്ക് വ്യക്തമായിട്ട് പുറത്തു കൊണ്ടുവരാൻ പറ്റും. അതുകൊണ്ട് നീ ഒരു പേര് പറ. പലപ്പോഴും എന്നോട് പറഞ്ഞു, നിന്റെ അപ്പന്റെ പേര് നീ പറയണം.
പലപ്പോഴും ഈ കേസ് തെളിയാതെ വരുമ്പോ അവർ പറഞ്ഞു, നീ അയാളുടെ പേര് പറയണം, നീ ഇയാളുടെ പേര് പറയണം. അടി സഹിക്കാൻ കഴിയാതെ, ഉപദ്രവം സഹിക്കാൻ കഴിയാതെ വണ്ണം ഒരു ദിവസം എന്റെ അലമാരിക്കകത്ത്, ഒരു ഓപ്പൺ അലമാരിക്കകത്തിട്ട് അകത്തേക്ക് കയറ്റിയിട്ട് അടച്ചിട്ട് അവരെന്നോട് പറഞ്ഞു, നിന്നെ അകത്ത് വെച്ചിട്ട് ഞങ്ങൾ ഇതിന്റെ അകത്ത് ഇലക്ട്രിസിറ്റി കൊടുക്കും, അതുകൊണ്ട് നീ ഒരു പേര് പറ. അവസാനം ആമേൻ പറയാതെ വന്നപ്പോൾ അവർ വീണ്ടും മുട്ടുസൂചി എടുത്തിട്ട് എന്റെ കാലിലെ വിരൽ ഭാഗങ്ങളിൽ അവർ വെച്ച് അടിച്ചു കയറ്റുമെന്ന് പറഞ്ഞ് എന്നെ ഉപദ്രവിക്കുവാൻ സാഹചര്യങ്ങളുണ്ടായി. പക്ഷെ ആ സമയത്തല്ല എന്താണ് ചില വേദന കൊണ്ട്, എന്താണ് ഭയം കൊണ്ട് പല പേരുകൾ ഞാൻ വിളിച്ചു പറഞ്ഞു. അങ്ങനെ കേസ് പല വിധത്തിലും തിരിയാൻ തുടങ്ങി. ഒത്തിരി പേർ ഈ ദേശത്തിന്റെ നടുവിൽ ഞങ്ങൾ താമസിക്കുന്ന ഈ ഏലപ്പാറയിൽ അനേക സംശയമുള്ളവരെല്ലാം പിടിച്ച് പോലീസ് ഉപദ്രവിക്കുവാൻ തുടങ്ങി. അങ്ങനെ ഒത്തിരി പേർ എന്റെ ചുറ്റന്മാർ, എന്റെ ബന്ധുക്കൾ ഒത്തിരി പേർ അടികൾ വാങ്ങിച്ച് ഒത്തിരി ഉപദ്രവം ഏൽക്കുവാനായിട്ടൊക്കെ തുടങ്ങി. എന്നാൽ ഞങ്ങൾ പ്രാർത്ഥന കൈവിട്ടില്ല. ഞങ്ങൾ കർത്താവിനോട് പറഞ്ഞു, കർത്താവെ, ഇങ്ങനെ പോയാൽ എന്റെ ജീവിതം മുമ്പിലേക്ക് പോകത്തില്ല. ഒത്തിരി വേദനപ്പെടാൻ തുടങ്ങി. വീട്ടിന്റെ അകത്തെല്ലാം കണ്ണുനീരും കരച്ചിലും. എന്നും ഞങ്ങളെ വന്ന പോലീസുകാര്, ക്രൈംബ്രാഞ്ചുകാർ കൊണ്ടുപോകുമ്പോൾ നുണപരിശോധനയ്ക്ക് കൊണ്ടുപോയി, പല വിധത്തിലും പല സ്ഥലങ്ങളിലും കൊണ്ടുപോയി. പക്ഷെ അവിടെ എല്ലാം കൊണ്ടുപോയിക്കൊണ്ടിരിക്കുമ്പോൾ വീട്ടിൽ നിന്നും ഭവനത്തിൽ നിന്നും കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ഒരു അമ്മയുണ്ടായിരുന്നു, ആമേൻ, ഒരു അപ്പയുണ്ടായിരുന്നു. അവരുടെ പ്രാർത്ഥനയുടെ മൂലം ആമേൻ സംഭവിച്ചത് വേറൊന്നുമില്ല. 5 വർഷത്തിന് ശേഷം ഈ കൊലയാളിയെ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തു. അദ്ദേഹം ഈ ദേശത്ത് വസിച്ച് ജോലി എടുത്തുകൊണ്ടിരുന്ന ഒരാളാണ്. അദ്ദേഹം മർത്താന്റെ ഭാഗത്തുള്ള ഒരാളാണ്. അദ്ദേഹം ആമേൻ സ്വർണത്തിനു വേണ്ടി, ഓർണമെന്റ്സിന് വേണ്ടി വിവിധമായ ചില വിഷയങ്ങൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. ചില പൈസ ചോദിച്ചിട്ട് കൊടുക്കാത്ത ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ കൊല അദ്ദേഹം നടത്തിയത്. അത് കഴിഞ്ഞിട്ടാണ് ജീവിതത്തിന്റെ അകത്തൊരു സമാധാനം വരാൻ തുടങ്ങിയത്. എല്ലാം തീർന്നുപോയി എന്ന സാഹചര്യം വന്ന വേളയിൽ ആമേൻ ഞാൻ വിശ്വസിക്കുന്നു കർത്താവ് കൈവിടാതെ കരം പിടിച്ചു നടത്തി. ആ ദേശത്ത് തന്നെ, ആ സ്ഥലത്ത് തന്നെ കർത്താവ് തുടർന്ന് ഞങ്ങളെ സമാധാനത്തോടും സന്തോഷത്തോടും അനുഗ്രഹത്തോടും നിർത്തി കർത്താവ് മാനിക്കുവാൻ തുടങ്ങി. അങ്ങനെ ഞാൻ എൻ്റെ വിദ്യാഭ്യാസം എങ്ങനെ പൂർത്തീകരിക്കും? കാരണം ഞാൻ SSLC എഴുതുന്ന സമയത്തെല്ലാം ഈ കേസ് തീർന്നിട്ടില്ല. ഈ കേസിന്റെ പുറകിലാണ്. ഇവരെന്നെ കൊണ്ടുപോകുന്നു, ഇവരെന്നെ കൊണ്ടുവരുന്നു. നല്ല കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് പഠിക്കാൻ പോലും കഴിയാത്തൊരു പ്രത്യേക സാഹചര്യം ഉണ്ടായി. ആ സമയത്ത് എല്ലാവരും SSLC എന്ന് പറയുമ്പോൾ ആ സമയത്തെല്ലാം ഭയങ്കരമായി എന്താണ് SSLC പാസ്സാകുക എന്നൊക്കെ പറയുമ്പോൾ വലിയ കാര്യമാണ്. ആ സമയത്ത് ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവെ, ഞാൻ മുൻനിരയിൽ വരും, കർത്താവിനെ കൊണ്ടുവരും. ആ സമയത്ത് എൻ്റെ അകത്തൊരു നല്ല വിശ്വാസം ഉണ്ടായിരുന്നു. കാരണം പ്രാർത്ഥിക്കുന്ന ഒരു ഭവനത്തിന്റെ അകത്തായതുകൊണ്ട് എൻ്റെ അകത്ത് അങ്ങനത്തെ ഒരു നല്ല ഫെയ്ത്ത് ഉണ്ടായിരുന്നു. കർത്താവ് കൂടെയുണ്ട്. അങ്ങനെ ഞാൻ SSLC എഴുതി. ആമേൻ, നാളെ റിസൾട്ട് വരികയാണെങ്കിൽ ഇന്ന് ഞാന് മുട്ടായി വാങ്ങിക്കൊടുത്തു. അങ്ങനത്തെ ഒരു 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 എന്താണ് ഒരു പ്രത്യേകമായിട്ടുള്ള ഫെയ്ത്ത് കർത്താവ് എനിക്ക് നൽകി. അങ്ങനെ ഞാൻ റിസൾട്ടിന്റെ മുമ്പ് തന്നെ ചോക്ലേറ്റ് ഒക്കെ വാങ്ങിക്കൊടുത്തു. അന്ന് വലിയ മാർക്കില്ല, പക്ഷെ എന്നാലും ആ സാഹചര്യത്തിന്റെ നടുവിൽ നിന്നുകൊണ്ട് SSLC പാസ്സാകുവാൻ കർത്താവ് സഹായിച്ചു. അപ്പോ പിശാച് എവിടെ അടയ്ക്കാനായിട്ട് ശ്രമിച്ചോ ആ മേഖലയ്ക്കകത്ത് കർത്താവ് വഴികൾ തുറക്കാൻ തുടങ്ങി. അങ്ങനെ ആ SSLC കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു കേരളത്തിലെ പ്രീ ഡിഗ്രിയുടെ ലാസ്റ്റ് ബാച്ച് ആയിട്ട് ആർട്സ് കോളേജില് പഠിക്കാനായിട്ട് കർത്താവ് അവസരങ്ങൾ നൽകി. അവിടെ പോയി പഠിക്കാൻ തുടങ്ങി. അവിടെ പോയി നല്ലൊരു പ്രയർ ഫെലോഷിപ്പോട് കൂടെ ചേർന്ന് നിൽക്കാനായിട്ട് കർത്താവ് അവസരം നൽകി. പാളയം യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിൽ നിന്നാണ് പഠിക്കാനായിട്ട് തുടങ്ങിയത്. അവിടെ നല്ല ഫ്രണ്ട്ഷിപ്പുകൾ ഉണ്ടായി. ആ സമയത്താണ് ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു CSI ബാക്ക്ഗ്രൗണ്ട് ആണ്. ഏമേൻ. ആ സമയത്ത് ഒരു ബ്രദർ എന്നോട് സംസാരിക്കാനായിട്ട് തുടങ്ങി. അദ്ദേഹം പറഞ്ഞു, ഏമേൻ, ഞാൻ പ്രാർത്ഥിക്കുന്ന അദ്ദേഹം കാണും. ഞാന് എന്താണ് പ്രാർത്ഥിക്കുന്ന മുറിക്കകത്ത് വരുന്ന പ്രാർത്ഥിക്കുന്നത്, സമയത്തിന് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതൊക്കെ അദ്ദേഹം കാണാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, എല്ലാം ശരിയാ, പ്രാർത്ഥിക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളൊക്കെ ശരിയാ, പക്ഷെ മോനെ, നീ സത്യം അറിയണം. ഹല്ലേലൂയ. എന്നിട്ട് എന്നോട് പറയാനായിട്ട് തുടങ്ങി, നീ യേശുവിൽ വിശ്വസിക്കുന്നുണ്ട്, നീ യേശുവിൽ പൂർണ്ണമായി ആശ്രയിക്കുന്നുണ്ട്, പക്ഷെയോ നീ പിതാവിന്റെയും പുത്രന്റെയും
പരിശുദ്ധി ആത്മാവിന്റെ നാമത്തിൽ നീ സ്നാനപ്പെടണം എന്ന് അദ്ദേഹം, ജോണി എന്നുള്ള ഒരു ബ്രദറാണ്, അദ്ദേഹം എന്നോട് പറയാനായിട്ട് തുടങ്ങി. ആ സമയത്ത് എന്റെ മനസ്സിന്റെ അകത്ത്, ഞാൻ ഓൾറെഡി CSIയിൽ കുഞ്ഞിലെ സ്നാനപ്പെട്ടതാണ്, എന്നെ സ്നാനപ്പെടുത്തിയതാണ്, എന്റെ അപ്പനും അമ്മയും പറഞ്ഞിട്ടുണ്ടല്ലോ, അങ്ങനെ ഞാൻ ആ സ്നാനമൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. 3 മാസം കഴിയുമ്പോൾ, കുറെ ദിവസം കഴിയുമ്പോൾ വെള്ളത്തില് പുരോഹിതൻ വന്നിട്ട്, അച്ഛൻ വന്നിട്ട് സ്നാനപ്പെടുത്തുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ സ്നാനപ്പെട്ട ഒരാളാണ്, ഞാൻ കണ്ടിട്ടുണ്ട്, എന്റെ അപ്പനമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ സ്നാനപ്പെടുത്തുന്നത്, കുഞ്ഞുങ്ങൾ സ്നാനപ്പെടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് ഇനി എന്താ സ്നാനമുള്ളത്? അദ്ദേഹം എന്നോട് വ്യക്തമായി സംസാരിക്കാൻ തുടങ്ങി, ബൈബിൾ പറഞ്ഞു തരുവാൻ തുടങ്ങി. അങ്ങനെയാണ് ഞാൻ യഥാർത്ഥമായി എൻ്റെ 17ാമത്തെ വയസ്സില് ഞാന് യേശു കർത്താവിനെ യഥാർത്ഥമായി കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കാനിടയായത്. യൂണിവേഴ്സിറ്റി ഹോസ്റ്റലില് ഒരു റൂമിൽ അദ്ദേഹം എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പ്രാർത്ഥന വേളയിൽ പരിശുദ്ധാത്മാവ് എന്നോട് ഇടപെടാൻ തുടങ്ങി. എന്നിട്ട് എന്നോട് പറഞ്ഞു, നീ സ്നാനപ്പെടണം. അങ്ങനെ 1998 ട്രിവാൻഡ്രത്ത് വെച്ച് പാസ്റ്റർ PA വർഗീസ് അവർ, ഒരു ദേവദാസൻ, അനുഗ്രഹീത ദേവദാസൻ, അദ്ദേഹത്തിന്റെ കീഴെ സ്നാനപ്പെടുവാൻ കർത്താവ് എന്നെ സഹായിച്ചു. ആമേൻ. തുടർന്ന് ആ സ്നാനപ്പെട്ടതിന് ശേഷം ഹോസ്റ്റലിന്റെ അകത്ത് ഒരു പ്രാർത്ഥനയൊക്കെ ആരംഭിക്കാൻ തുടങ്ങി. ഇരുന്ന് ഞാൻ ഒറ്റയ്ക്ക് പ്രാർത്ഥിച്ചു. ഞങ്ങളത് 2 പേരായി, ഞങ്ങളത് വർദ്ധിക്കാൻ തുടങ്ങി. അവസാനം വന്നപ്പോൾ റൂം ആ റൂമിന്റെ അകം പൂർണ്ണമായി ഫില്ല് ചെയ്യുന്ന വണ്ണം സ്റ്റുഡൻസുകൾ കയറി വരാൻ തുടങ്ങി. പല സ്ഥലത്ത് നിന്ന് പഠിക്കാൻ വന്നവരാണ്. മൂന്നാറ്, ഇടുക്കിയിലെ വിവിധ ഭാഗങ്ങളില്, വയനാട്, ഒത്തിരി ദൂരദേശത്ത് ഒത്തിരി പേർ പഠിക്കാം. അപ്പോ കർത്താവിനെ അറിഞ്ഞ കുഞ്ഞുങ്ങളെല്ലാം ഞങ്ങളുടെ പ്രാർത്ഥന കണ്ടിട്ട്, റൂമിൽ പ്രാർത്ഥനയുണ്ടെന്ന് അറിഞ്ഞിട്ട് അവരെല്ലാം ഒരുമിച്ച് ആ റൂമിലേക്ക് വരുവാൻ തുടങ്ങി. അങ്ങനെ അവസാനം ആ റൂം ഫുള്ളായി. ആമേൻ. പ്രാർത്ഥന അനുഗ്രഹമായി തീരാൻ തുടങ്ങി. എല്ലാവർക്കും സമാധാനം ഉണ്ടായി. പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, നമുക്കറിയാം, ഇവിടെ നിന്നെല്ലാം ദൂരെ പോയി പഠിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ തെറ്റിപ്പോകാൻ ചാൻസ് ഉണ്ട്, പലപ്പോഴും വീണ് പോകാൻ ചാൻസ് ഉണ്ട്. കാരണം അവിടെ എപ്പം വേണേലും വരാം, എപ്പം വേണേലും പോകാം, അമ്മയപ്പന്മാരും ഇല്ല. ആ ഒരു സാഹചര്യത്തിൽ എവിടെ വേണേലും തെറ്റിപ്പോകാം. പക്ഷെ ആ സാഹചര്യത്തിൽ കർത്താവ് ഞങ്ങളുടെ മേൽ തന്നിരുന്ന ഒരു വലിയ നിയോഗം, ആമേൻ, ആ റൂമിൽ നിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ അനേകർ അതിനകത്ത് കയറി വന്നു. പാപത്തിൽ നിന്ന്, ലോകപരമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്നെല്ലാം കർത്താവ് ഞങ്ങളെ രക്ഷിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ ആ പ്രാർത്ഥന നേരെ യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിൽ നിന്ന്, അതായത് റൂംസ് ഫുള്ളായതുകൊണ്ട്, ഇരിക്കാൻ സ്ഥലമില്ലാത്തത് കൊണ്ട് സത്യൻ മെമ്മോറിയൽ ഹാളിലേക്ക് ഞങ്ങൾ ആ പ്രയർ മാറ്റുവാൻ തുടങ്ങി. എന്നിട്ട് ഹോസ്റ്റലിൽ താമസിക്കുന്നവർ, അറിയാവുന്ന എല്ലാവരെയും ഞങ്ങൾ വിളിച്ചു വരുത്തിയിട്ട് നല്ല കൂട്ടായ്മകൾ എല്ലാ ആഴ്ചയിലും, ശനിയാഴ്ച അല്ലെ ഇട ദിവസങ്ങളിൽ ഞങ്ങൾ ഒരു പ്രത്യേക ടൈം അതിന് ക്രമീകരിക്കും. ആ സമയത്ത് ഞങ്ങൾ എല്ലാവരും അവിടെ കൂടും. അവിടെ ഞങ്ങൾ പ്രാർത്ഥനയ്ക്ക് കൂടുന്നതുകൊണ്ട് അവിടുത്തെ സത്യ മെമ്മോറിയൽ ഹാളിൽ അവർ പറഞ്ഞു, നിങ്ങൾ ഒരു പൈസയും തരണ്ട, നിങ്ങൾ കുഞ്ഞുങ്ങൾ ഇങ്ങനെ പഠിക്കുന്ന നിങ്ങൾ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നത് ഞങ്ങൾക്കൊരു അനുഗ്രഹമാ എന്ന് പറഞ്ഞ് അവിടെ ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു പൈസ പോലും വാങ്ങിക്കാതെ ആ ഹാള് ഞങ്ങൾക്ക് വിട്ടു തന്നു. ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ ആ പ്രയർ യൂണിവേഴ്സിറ്റി കോളേജിലേക്ക് മാറുവാൻ തുടങ്ങി. അങ്ങനെ യൂണിവേഴ്സിറ്റി കോളേജില് എല്ലാ വെള്ളിയാഴ്ചയും ആഫ്റ്റർനൂൺ ടൈമില് ഞങ്ങൾ പുറത്തേക്ക് വരും. ഞങ്ങൾ സ്റ്റുഡൻസ് എല്ലാം കർത്താവിനെ അറിഞ്ഞ, ഞങ്ങൾ ഹോസ്റ്റലിൽ നിന്ന് പ്രാർത്ഥിക്കുന്നവർ, ഞങ്ങളുടെ കൂടെ പഠിക്കുന്നവരെല്ലാം പുറത്തു വന്ന് അങ്ങനെ ഒരു ചെറിയ ഫെലോഷിപ്പും യൂണിവേഴ്സിറ്റി കോളേജിന് സമീപം തുടങ്ങുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. അങ്ങനെ പഠിക്കുന്ന സമയത്തിലും കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടാനായിട്ട് കർത്താവ് സഹായിച്ചു. എന്നാലും ജീവിതത്തിന്റെ അകത്ത് ഞാൻ സ്നാനപ്പെട്ടിട്ടുണ്ട്, ഇങ്ങനെ ഫെലോഷിപ്പുകൾ നടക്കുന്നു, ശുശ്രൂഷകളൊക്കെ അവിടെ നടക്കുന്നു, വലിയ സമാധാനമാണ്, വലിയ സന്തോഷമാണ്. എന്തിരുന്നാലും ഞാന് എൻ്റെ അകത്ത് ദൈവാത്മാവ് പറഞ്ഞുകൊണ്ടിരുന്നു, നിന്നെ ഞാൻ പുറത്തിടും. അമ്മേ. ആ സാഹചര്യത്തിൽ ഞാൻ പഠനമെല്ലാം കഴിഞ്ഞ് അവിടെ പൊതുവെ യൂണിവേഴ്സിറ്റി കോളേജ്, യൂണിവേഴ്സിറ്റി ഹോസ്റ്റൽ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ആ പിക്ചർ എല്ലാവർക്കും അറിയാം. അവിടുത്തെ സാഹചര്യം എല്ലാം അറിയാം. ഈ പ്രയർ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഈ പ്രയർ നടത്തരുത് എന്ന് പറഞ്ഞ് ഒത്തിരി പേർ റൂമിന്റെ അകത്ത് കയറി വന്ന് കഥ അടച്ചിട്ടിട്ടെല്ലാം ഉപദ്രവിക്കുവാനായിട്ട് തുടങ്ങി. ഒത്തിരി ഉപദ്രവം ഏറ്റു. ഒരു റൂമിന്റെ അകത്ത്
ഒരു ദിവസം ഒരു സഹോദരൻ, അദ്ദേഹം എന്താണ്, നമ്മൾ അങ്ങനെ പാർട്ടി പറയരുതല്ലോ, എന്നാലും SFIയിൽ പ്രവർത്തിക്കുന്ന ഒരു സഹോദരൻ അകത്തേക്ക് കയറി വന്ന് റൂം അടച്ചിട്ടിട്ട് ഒത്തിരി ഉപദ്രവിക്കുവാൻ തുടങ്ങി. ഒരു ദിവസം രാത്രിയില് ഞാൻ കിടന്നുറങ്ങുന്നു. രാത്രി ഒരു കൊലയാളിയാന്ന് പറയാം. അദ്ദേഹം എപ്പോഴും അദ്ദേഹം എന്താണ് കത്തിയും എപ്പോഴും അദ്ദേഹത്തിന്റെ കയ്യിൽ കാണും. ഒരു രാത്രി വന്ന് എന്റെ റൂം തട്ടിയിട്ട്, എബ്രഹാമേ എടാ കതവ് തുറക്കട എന്ന് പറഞ്ഞ് നിന്നെ കൊല്ലു എന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചുകൊണ്ട് നിന്ന ഒരു സാഹചര്യം. പക്ഷെ ശരിക്കും അന്ന് ഞാൻ രാത്രി പേടിച്ചു. കാരണം ഇവൻ അത് ചെയ്യുന്നവനാണ്, ഇവൻ അത് ചെയ്യും എന്ന് ഞങ്ങൾ കണ്ടിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് വളരെ ഭയപ്പെട്ടു അന്ന് രാത്രിയിൽ. ആ സമയത്തും ഹൃദയത്തിന്റെ അകത്തൊരു പ്രാർത്ഥനയാ, കർത്താവെ ഒരിക്കലും കർത്താവ് ഇവിടെ കൊണ്ടുവന്നുവെങ്കിൽ കൈവിടത്തില്ല. ഞങ്ങൾ നിന്നത് അവിടെ നാമത്തിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ കർത്താവിന് വേണ്ടി നിന്നത് കൊണ്ട് അന്ന് രാത്രിയിൽ അദ്ദേഹം എന്ത് ചെയ്തു, അവൻ കുറെ നേരം തട്ടി, കുറെ നേരം അവിടെ നിന്ന് എന്തൊക്കെയോ പറഞ്ഞു, നിന്നെ വെച്ചേക്കത്തില്ല, നിന്നെ കൊന്നുകളെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ആ സാഹചര്യത്തിലും സ്വർഗത്തിലെ ദൈവത്തിന്റെ കര ഞങ്ങളോട് കൂടെ ഉണ്ടായിരുന്നു. ആമേൻ. അതിൽ നിന്നെല്ലാം പരിശുദ്ധാത്മാവ് ശക്തിയോടെ പുറത്തു കൊണ്ടുവരുവാൻ കർത്താവ് സഹായിച്ചു. അങ്ങനെ അവിടുന്ന് ഡിഗ്രി പൂർത്തീകരിച്ചിട്ട് നല്ല മാർക്കോടുകൂടി, ഫസ്റ്റ് ക്ലാസ്സോടുകൂടി ഡിഗ്രി പൂർത്തീകരിച്ചിട്ട് അവിടുന്ന് തുടർന്ന് എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. കാരണം ഇവരുടെ വെല്ലുവിളികൾ, ഇവർ പുറത്തു വിടില്ല, നിന്നെ അകത്തിട്ട് കൊന്നുകളയും എന്നെല്ലാം ഭീഷണിപ്പെടുത്തിയത് കൊണ്ട് ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ട് PG എനിക്ക് അവിടെ കണ്ടിന്യൂ ചെയ്യാൻ കഴിഞ്ഞില്ല. നേരെ ഞാൻ വീണ്ടും ഏലപ്പാറയിലേക്ക് മടങ്ങി വന്നിട്ട് IHRD, കുട്ടിക്കാനം IHRD അവിടെ PGDCA ചെയ്യുവാനായിട്ട് കർത്താവ് സഹായിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്റെ വീട്ടില്, ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നിന്ന് കർത്താവ് എന്നെ പുറത്തു കൊണ്ടുവന്നുകൊണ്ട്, രക്ഷിച്ച് പുറത്തെടുത്തുകൊണ്ട് എന്റെ അപ്പയ്ക്കും അമ്മയ്ക്കും ഒരു വലിയ താല്പര്യമാണ്. കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി എന്റെ മോനെ ഞാൻ കൊടുക്കുന്നു, എന്റെ മോനെ ഞങ്ങൾ സമർപ്പിക്കുന്നു എന്ന് അവർ ആ സമയത്ത്, ഈ സംഭവം നടന്ന് കർത്താവ് പുറത്തു കൊണ്ടുവന്നപ്പോൾ തന്നെ അവർ ഒരു തീരുമാനമെടുത്തു, എന്റെ മകനെ ഞാൻ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കും. അങ്ങനെ ചെറിയ ആ പ്രായം മുതൽ, ആ സമയം മുതൽ കർത്താവിന്റെ വേലയ്ക്ക്, കർത്താവിന്റെ ശുശ്രൂഷയ്ക്ക് എന്ന് സമർപ്പിച്ചത് കൊണ്ട് ഞാൻ ഡിഗ്രി കഴിഞ്ഞ് ഇവിടെ വന്ന ഉടനെ തന്നെ CSIയില് അന്നത്തെ ബിഷപ്പിനോട് പറഞ്ഞു, ഡിഗ്രി കഴിഞ്ഞത് കൊണ്ട് വേഗത്തിൽ നിനക്ക് BD ഇങ്ങനെ പഠിക്കാനായിട്ട് അയക്കാം, ഹയർ സ്റ്റഡിക്ക് വിടാം, തുടർന്ന് നിനക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യാം, ഒരു അച്ഛനാകാം എന്നെല്ലാം പറഞ്ഞ് എന്നെ എൻകറേജ് ചെയ്യാനായിട്ട് തുടങ്ങി. എന്റെ വീട്ടിലും അവർക്കും താല്പര്യം അത് തന്നെയാണ്. എങ്ങനെയെങ്കിലും ഒരു അച്ഛനാക്കുക, ഒരു ശുശ്രൂഷയിലേക്ക് വരിക. അതിന്റെ അപ്പുറം ഒരു വെളിപ്പാട് അവർക്കില്ലായിരുന്നു. എന്നാൽ ഇവിടെ വന്നു, ഞാൻ ആപ്ലിക്കേഷൻ കൊടുത്തു. ഡയസിസില് ഞാൻ ആപ്ലിക്കേഷൻ കൊടുത്തപ്പോൾ എന്നെ ശുശ്രൂഷയിലേക്ക് അവര് എന്നെ അപ്പോയിന്റ്മെന്റ് നൽകി. വാഹമൺ എന്ന് പറയുന്ന സ്ഥലത്തിന്റെ അടുത്ത് ഉളുപ്പുണി എന്നുള്ളൊരു സ്ഥലത്തും തൊട്ടടുത്ത് കപ്പക്കാനം എന്ന സ്ഥലത്തും 2 ചർച്ച് ചാർജ് എനിക്ക് നൽകി. അന്ന് മുതൽ ഞാൻ CSIയുടെ ശുശ്രൂഷകനായിട്ട് മാറി. അപ്പോൾ ഈ ശുശ്രൂഷ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും എന്റെ അകത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദൈവാത്മാവ് എന്നോട് സംസാരിച്ചുകൊണ്ടിരുന്നു, നീ ഇവിടെ നിൽക്കേണ്ട ആളല്ല, നീ ഇവിടെ ശുശ്രൂഷിക്കേണ്ട ഒരു വ്യക്തിയല്ല, നിന്നെ ഞാൻ പുറത്തു കൊണ്ടു. വീണ്ടും വീണ്ടും എന്റെ അകത്ത് അങ്ങനത്തെ ഒരു ശബ്ദമാണ് കേട്ടുകൊണ്ടിരുന്നത്. കാരണം ഞാൻ ഈ അനുഭവം ഇവിടെയാണെങ്കിലും, ഞാൻ CSI ചർച്ചിലാണ് പോകുന്നതെങ്കിലും, എന്റെ അകത്ത് ഞാൻ ട്രിവാൻഡ്രത്തിൽ പഠിക്കുമ്പോൾ സ്നാനപ്പെട്ട് കഴിഞ്ഞ ഒരു ആത്മീക അന്തരീക്ഷത്തിൽ കർത്താവിനെ ആരാധിച്ച് തുടങ്ങിക്കഴിഞ്ഞ ഉടനെ എന്റെ അകത്തുള്ള ചിന്തകളെല്ലാം ടോട്ടലി മാറാനായിട്ട് തുടങ്ങി. എന്റെ അകത്ത് എന്തോ ഒരു ദൈവ സാന്നിധ്യം വ്യാപരിക്കുന്നത് പോലെ, ആത്മാവിലെന്ന് ആരാധിക്കണം, കരങ്ങളെ തട്ടി ആരാധിക്കണം, അന്യഭാഷയിൽ ആരാധിക്കണം, ഇതെല്ലാം ആ ഒരു അനുഭവത്തിലൂടെ ഏജ് ചർച്ചിലൊക്കെ പോകുമ്പോൾ, ട്രിവാൻഡ്രം ഏജിലൊക്കെ പോകുമ്പോൾ ഞാൻ ഇതെല്ലാം കാണുമ്പോൾ എന്തോ നമ്മൾ പോകുന്നത് റോങ്ങിലാണ്, എന്തോ നമ്മൾ പോകുന്നത് ഒരു ശരിയായ പാതയിലല്ല എന്നുള്ള ഒരു ബോധ്യം എനിക്ക് ഉണ്ടാകാനായിട്ട് തുടങ്ങി. അപ്പൊ തന്നെ ഞാൻ ഇവിടെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും തന്നെ എന്റെ അകത്തുള്ള വാഞ്ച എന്തെന്നറിയാമോ, എങ്ങനെയെങ്കിലും ആത്മാവിൽ കർത്താവിനെ ആരാധിക്കണം, ആത്മീയ ശുശ്രൂഷകൾ ചെയ്യണം എന്നുള്ള താല്പര്യം എന്റെ അകത്ത് വരാൻ തുടങ്ങി. അങ്ങനെ 3 വർഷം കഴിഞ്ഞു. ഈ CSIയില് 2 ചർച്ചില് കർത്താവ് ശുശ്രൂഷയിൽ നിർത്തി. അങ്ങനെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അച്ഛൻ പട്ടത്തിലേക്ക് വിടാനായിട്ടുള്ള കാര്യങ്ങളെല്ലാം നീങ്ങാനായിട്ട് തുടങ്ങി.
ആ കാര്യങ്ങളെല്ലാം ചേച്ചി ക്രമീകരിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോൾ ദൈവാത്മാവ് എന്നോട് വ്യക്തമായി സംസാരിച്ചു. നീ ട്രിവാൻഡ്രത്ത് വെച്ച് എന്നെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ച് വെള്ളത്തിൽ മുങ്ങി നീ സ്നാനപ്പെട്ടൊരു വ്യക്തിയാണ്. പക്ഷേ എന്തുകൊണ്ട് നീ ആ സത്യം അറിഞ്ഞിട്ട് സത്യം അനുസരിച്ചിട്ട് എന്തുകൊണ്ട് നീ ആയിരിക്കുന്ന ഈ ചേർച്ചിനോട്, ഈ ദൈവസഭയോട്, ജനത്തോട് നീ പറയുന്നില്ല? നീ എന്തോ മറച്ചു വെക്കുന്നു എന്ന് ദൈവാത്മാവ് എന്നോട് വ്യക്തമായി സംസാരിക്കാൻ തുടങ്ങി. ആ സമയത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം, സിയാസായില് സൺഡേ, എവറി സൺഡേ ഞാൻ ചർച്ചിനെ കുറ്റം പറയുകയോ ചർച്ചിനെ കുറവാക്കുകയോ ചെയ്യല്ല. വെരി സോറി, അതല്ല ഞാൻ പറഞ്ഞു വരുന്നത് അനുഭവമാണ്. ആ സമയത്ത് അൽമനക് എന്ന ഒരു സാധനമുണ്ട്, ഒരു ബുക്കുണ്ട്. ആ ബുക്കില് ഈ ദിവസം ഇന്ന വാക്യം, ഇന്ന ചിന്ത, ഇന്ന വിഷയം എന്ന് എഴുതിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഓരോ ഞായറാഴ്ചയും എന്താ സംസാരിക്കേണ്ടത്, എന്താണ് വചനം പറയേണ്ടത്, ഏത് വാക്യാണ് വായിക്കേണ്ടത് എന്ന് വ്യക്തമായി അതിനകത്ത് എഴുതിയിട്ടുണ്ട്. അത് തന്നെ തിരിച്ചും മറിച്ചും, അത് തന്നെ തിരിച്ചും മറിച്ചും അത് തന്നെയാ ചെയ്തുകൊണ്ടിരിക്കേണ്ടത്. അങ്ങനെ പോകുമ്പോൾ ഇതിന്റെ അകത്തൊന്നും ഞാൻ സത്യം കാണുന്നില്ല. ഇതിന്റെ അകത്തൊന്നും വ്യക്തമായി ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞിട്ടുള്ള, അല്ലെങ്കിൽ ഞാൻ സ്വീകരിച്ച സ്നാനം ഇവിടെ പ്രസംഗിക്കാൻ പറയുന്നില്ല. ഞാൻ കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവായി സ്വീകരിച്ച് മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ട് കർത്താവിലേക്ക് വന്ന ആ സത്യം ഇതിന്റെ അകത്ത് പറയാനായിട്ട് എഴുതിയിട്ടില്ല. അങ്ങനെയെങ്കിൽ ദൈവാത്മാവ് പറഞ്ഞു, എന്തോ നീ മറച്ചു കൊടുക്കുന്നു. അതുകൊണ്ട് നീ അൽമനക്, നീ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആഴ്ചയ്ക്ക് മാറി മാറി പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതെടുത്ത് നീ മാറ്റിവെച്ചിട്ട് നീ ദൈവവചനം സംസാരിച്ചു തുടങ്ങണം. അങ്ങനെ ഞാന് ദൈവാത്മാവ് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ടിനു ജോർജ് പാസ്റ്ററിന്റെ ഒരു 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 സോങ് ബുക്ക് എനിക്ക് കിട്ടി. അതിന്റെ ഏറ്റവും ബാക്ക് സൈഡില് 7 അടിസ്ഥാന ഉപദേശങ്ങൾ എന്ന ഒരു ഭാഗം എനിക്ക് വായിക്കാനായിട്ട് ഇടയായിത്തീർന്നു. ആ സമയത്ത് ഞാനത് വായിച്ചു, മനസ്സിലാക്കി. ദൈവാത്മാവ് വീണ്ടും എന്നോട് സംസാരിക്കാൻ തുടങ്ങി. ഇത് നീ സംസാരിക്കണം, ഇത് നീ ടീച്ച് ചെയ്യണം, ഇത് നീ സഭയോട് പഠിപ്പിക്കണം. അങ്ങനെ ദൈവിക പ്രേരണയിലൂടെ അൽമനക്ക് ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ട് ഞാൻ ദൈവവചനം സംസാരിക്കാനായിട്ട് തുടങ്ങി. എന്താണ് മനസ്സാന്തരം, എന്താണ് രക്ഷ, എന്താണ് സ്നാനം? ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ജനം വ്യത്യസ്തമായി എന്നെ നോക്കാൻ തുടങ്ങി. എന്തുകൊണ്ട് കഴിഞ്ഞ ആഴ്ച വരെ ഈ അൽമനക്ക് അല്ലെങ്കിൽ അതിന്റെ എഴുതപ്പെട്ട കാര്യങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് നന്നായി ചെയ്തുകൊണ്ടിരുന്ന ദൈവദാസൻ പെട്ടെന്ന് അതെടുത്ത് മാറ്റിയിട്ട് ലേഖനങ്ങൾക്കകത്തും എന്താണ് പുതിയ നിയമ ശുശ്രൂഷയ്ക്കകത്തും പ്രവേശിക്കുന്നു എന്ന് അവർക്കകത്തൊരു സംസാരം വരാൻ തുടങ്ങി. ഞാന് മാറ്റിവെച്ചില്ല. ദൈവാത്മാവിൽ, ആത്മനിറവിൽ വീണ്ടും വീണ്ടും ഞാൻ അത് തന്നെ മെസ്സേജായി കൈമാറാൻ തുടങ്ങി. എന്നാൽ ഒരാഴ്ച വന്നപ്പോൾ എന്റെ അകത്ത് നാളെ, ഇപ്പൊ ഞായറാഴ്ചയാണെങ്കിൽ നാളെ ഞാൻ സംസാരിക്കേണ്ട വിഷയം സ്നാനമാ പറയേണ്ടത്. ആ സമയം ഞാൻ ഒന്നും അവിടെ സ്റ്റോപ്പ് ചെയ്ത് നിന്നു. എന്നിട്ട് ഞാൻ ഒന്ന് ചിന്തിക്കാൻ തുടങ്ങി. സ്നാനം സംസാരിച്ചു കഴിഞ്ഞാൽ അടുത്ത നാൾ എനിക്ക് ആ CFI ചർച്ചില് തുടർന്ന് ശുശ്രൂഷിക്കാൻ കഴിയത്തില്ല. ഒന്ന്. രണ്ടാമത്, എന്റെ ഫ്യൂച്ചർ ഉണ്ടാകും, എന്റെ നാളെ ഉണ്ടാകും. എന്റെ അപ്പന്, എന്റെ അമ്മ, അവരുടെയൊക്കെ ആഗ്രഹം എങ്ങനെങ്കിലും ഞാനൊരു അച്ഛനാകണം, എങ്ങനെങ്കിലും ഞാന് CSIയിൽ ഒരു ശുശ്രൂഷകനായി, അച്ഛനായി, അങ്ങനെ അങ്ങനെ ജീവിക്കണം. അതാണ് അവർ മുന്നേ കണ്ടിരിക്കുന്ന ഏറ്റവും വലിയ കാര്യം. പക്ഷെ അതെല്ലാം ഓർത്തിട്ട് അല്പനേരം ഞാൻ ചിന്തിക്കാൻ തുടങ്ങി. നാളെ സ്നാനം സംസാരിക്കണം, നാളെ ഈ സത്യം പറയണോ, നാളെ എന്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചത് കൈമാറണോ എന്ന് അല്പനേരം നിന്ന് ചിന്തിക്കാനായിട്ട് തുടങ്ങിയപ്പോൾ കർത്താവിനോട് പറഞ്ഞു, നിന്നെ വിളിച്ചത് ഞാനാ. പ്രൈസ് ലോർഡ്. നിന്നെ വിളിച്ചത് ഞാനാ. ആമേൻ. ഞാൻ നിന്നെ നടത്തും, ഞാൻ നിന്നെ കരം പിടിച്ച് നിന്നെ കൊണ്ടെത്തിക്കും. വിളിച്ചവൻ വിശ്വസ്തനാ എന്ന വാക്യം എനിക്കകത്ത് കർത്താവ് കൈമാറി. രണ്ടാമതൊരു വാക്യം കൂടി കൈമാറി. സത്യം നിങ്ങൾ അറിയുമ്പോൾ സത്യം നിങ്ങളെ വിടുതലാക്കും.
ആമേൻ. അങ്ങനെയെങ്കിൽ ആ ഒരു വാക്യങ്ങളെല്ലാം ഹൃദയത്തിന്റെ അകത്ത് വരാൻ തുടങ്ങിയപ്പോൾ വേറൊരു വാക്യം കൂടി തന്നു. ആമേൻ, സ്വതന്ത്രം. നിങ്ങൾ ജഡരക്തങ്ങളോട് ആലോചന ചോദിക്കരുത്. പലപ്പോഴും എനിക്കകത്ത് ഇങ്ങനെ വന്നു, ആരോടെങ്കിലും ചോദിക്കണോ എന്ന് വീണ്ടും 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 എന്റെ അകത്ത് അങ്ങനെ കയറി വന്നുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് പറഞ്ഞു, ജഡരക്തങ്ങളോട് ആലോചന നീ ചോദിക്കണ്ട. ഞാൻ നിന്നോട് പറയുന്നത് നീ സംസാരിക്കും. ഏമേൻ. രാവിലെ ഞാൻ ചേർച്ചിലേക്ക് പോയി. ആമേൻ. എഴുന്നേറ്റ് നിന്നിട്ട് ആ സമയവും ഹൃദയം കിടന്ന് പടപെടാന്ന് അടിക്കുക. കാരണം അത് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത നിമിഷം ഈ ചേർച്ചിലുള്ള കമ്മിറ്റി അംഗങ്ങൾ നേരെ അത് ബിഷപ്പിലേക്കോ അല്ലെങ്കിൽ എന്റെ മുകളിൽ നിൽക്കുന്ന അച്ഛനിലേക്കോ അത് കൈമാറും. ആ സമയത്ത് ഞാന് പതറാതെ ഉറച്ച വിശ്വാസത്തോടെ നിന്ന് ഞാൻ സ്നാനം സംസാരിക്കാൻ തുടങ്ങി. എന്താണ് സ്നാനം എന്ന് വ്യക്തമായി പഠിപ്പിക്കാനായിട്ട് തുടങ്ങി. ഇത് പഠിപ്പിച്ചു തീർന്ന ഉടനെ തന്നെ ഈ കമ്മിറ്റി അംഗങ്ങളെല്ലാം എഴുന്നേറ്റ് നിന്നിട്ട് അപ്പൊ ഞാൻ ഓർത്തു ഇവര് എന്നെ വിമർശിക്കാൻ പോകാം, അല്ലെങ്കിൽ എന്നെ എന്താ താക്കീത് ചെയ്യാൻ പോകാം. പക്ഷെ അവര് പറഞ്ഞൊരു കാര്യം, പാസ്റ്ററെ അല്ലെങ്കിൽ ദേവദാസ, നിങ്ങൾ പറഞ്ഞ ഇത് സത്യമാണ്, ആ സ്നാനം ഞങ്ങൾക്കും വേണം. അങ്ങനെ എനിക്ക് തോന്നുന്നു സിയാസയില് ചരിത്രത്തില് എനിക്ക് തോന്നുന്നു ഹിസേല ഡയസിസില് CSI ചർച്ചിന്റെ അകത്ത് ഇങ്ങനെ സ്നാനം പഠിപ്പിച്ച് 10 പേര് സ്നാനപ്പെടാൻ എഴുന്നേറ്റ് നിന്നത് ഇതൊരാദ്യ സംഭവമാണ്. അങ്ങനെയെങ്കിൽ ആ സമയത്ത് അവരെന്നോട് ചോദിച്ചു, ഞങ്ങൾക്കും സ്നാനപ്പെടണം. അതിൻ്റെ അകത്ത് ബിഷപ്പിന്റെ ബന്ധുക്കളുണ്ട്, ബിഷപ്പുമായി നല്ല ബന്ധമുള്ളവരും. അവരാ പറയുന്നത് ഞങ്ങൾക്കും വിശ്വാസ സ്നാനം സ്വീകരിക്കണം. അങ്ങനെ അവർ പറഞ്ഞപ്പോൾ എന്റെ അകത്ത് അയ്യോ എന്തോ ചെയ്യണം, അല്ലെങ്കിൽ ഒന്ന് ഞാന് എന്റെ ഇത് പോവുകയാണ്, അല്ലെങ്കിൽ ഞാൻ ചർച്ച വിട്ട് എന്തായാലും പോകേണ്ടി വരും. ഇവർ സ്നാനപ്പെട്ട് ഇവരും ഈ ചർച്ച വിട്ട് പോകേണ്ടി വരുമല്ലോ, ആകെ മൊത്തം പ്രശ്നമാകുമല്ലോ എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ സ്നാനപ്പെട്ട് CSIയിൽ നിന്ന് പുറത്തു വന്ന ഒരു അച്ഛനായിട്ട് ഞാൻ കോണ്ടാക്ട് ചെയ്തു. എന്നിട്ട് അച്ഛന് എന്നോട് പറഞ്ഞു, ഞാൻ ഹെൽപ്പ് ചെയ്യാം, ഞാൻ സഹായിക്കാം. അങ്ങനെ ഞങ്ങൾ ഒത്തിരി ദിവസങ്ങൾ പോയില്ല, ഒരു സൺഡേ തന്നെ ആ സ്നാന ശുശ്രൂഷകൾക്കായി ക്രമീകരണം നടത്തി. കാരണം പൊതുവെ CSIയിലെ സ്നാന ശുശ്രൂഷ നടത്തുന്നത് പുരോഹിതന്മാരാണ്. അതിന് നാൾക്കൾക്ക് മുൻപേ അറിയിക്കണം, കാര്യങ്ങളെല്ലാം ചെയ്യണം. ഇതൊന്നും ചെയ്യാതെ ഞാൻ പറഞ്ഞു, അടുത്ത ഞായറാഴ്ച ഞങ്ങൾ നിങ്ങളെ സ്നാനം. അങ്ങനെ അവരെല്ലാം വെള്ള ഡ്രസ് അണിഞ്ഞിട്ട് എങ്ങനാണോ എനിക്കറിയില്ല, ബെന്തക്കോസ് അനുഭവത്തില് സ്നാനം എങ്ങനെയാ കൊടുക്കുന്നതൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ പരിശുദ്ധാത്മാവ് വ്യക്തമായി സംസാരിക്കാൻ തുടങ്ങി. ആമേൻ. സ്നാനം കൊടുക്കുവാൻ അടുത്ത ആഴ്ച അവരെല്ലാം റെഡിയായി. ആ സമയത്ത് അവരെല്ലാവരും പ്രാർത്ഥനയോടെ കടന്നു വന്നു. ആമേൻ. ആമേൻ സമയത്ത് തന്നെ ഞാൻ അവരോട് പറഞ്ഞു, ഇന്ന് സ്നാന ശുശ്രൂഷയുണ്ട്, ആമേൻ, നമ്മൾ ഒരുമിച്ച് ഇവരെ സ്നാനപ്പെടുത്താൻ പോകുക. അങ്ങനെ 10 പേര് CSIയില് 10 ആമേൻ പേരെ ആ ദിവസങ്ങളിൽ കൊണ്ടുപോയി വിശ്വാസത്താൽ അവരെ മുങ്ങി സ്നാനം കൊടുക്കുവാൻ സ്വർഗത്തിലെ ദൈവം അവസരം നൽകി. എന്നിട്ട് സംഭവിച്ചത് വേറൊന്നുമല്ല, പിറ്റേ ആഴ്ച തന്നെ ബിഷപ്പ് ഒരു അച്ഛൻ ഒരു ദൈവദാസനെ അങ്ങോട്ടേക്ക് പറഞ്ഞയച്ചു. എനിക്കൊരു കത്ത് നൽകി. അവിടെ ഇങ്ങനെ എഴുതിയിട്ടുള്ളത്, നിങ്ങൾ സഭയ്ക്ക് വിരോധമായി, സഭയുടെ അടിസ്ഥാനങ്ങൾക്ക് വിരോധമായി നിങ്ങൾ തെറ്റ് ചെയ്തതുകൊണ്ട് താൽക്കാലികമായി നിങ്ങളെ സഭയിൽ നിന്ന് ഞങ്ങൾ മാറ്റി നിർത്തുന്നു എന്ന് ഒരു കത്തെന്റെ കയ്യിലേക്ക് തന്നു. ആ കത്ത് വാങ്ങിച്ചിട്ട് എന്റെ ജീവിതം അടുത്ത നാളുകൾ എന്താകുമോ ഒന്നും അറിയത്തില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ താമസിക്കുന്നത് ഒരു എസ്റ്റേറ്റ് ലൈനിലാണ്, ഒരു എസ്റ്റേറ്റ് ലൈൻസിലാണ് താമസിക്കുന്നത്. മമ്മിക്ക് മാത്രമാണ് ജോലിയുള്ളത്. അത് എസ്റ്റേറ്റില് കൊളുന്തെടുക്കുന്ന ജോലിയാണ്. അതുകൊണ്ടൊന്നും നടക്കില്ല, അതുകൊണ്ടൊന്നും ആകത്തില്ല, അതുകൊണ്ടൊന്നും മുന്നേറി പോകാൻ കഴിയത്തില്ല. കാരണം വൈഫ് മൂത്ത മോന് ഫ്രാങ്ക് ഉണ്ട്. ഏമേൻ. എന്തു ചെയ്യണമെന്നറിയില്ല, ഭയങ്കര ഭാരപ്പെട്ടു, വേദനിച്ചു. എല്ലാവരും എന്നോട് പറഞ്ഞു. ഇത് കൊണ്ട് ഞാൻ വീട്ടിൽ വന്നപ്പോൾ വീട്ടിൽ ഭയങ്കരമായ പ്രശ്നങ്ങൾ. അപ്പ എഴുന്നേറ്റ് നിന്ന് സംസാരിക്കാൻ തുടങ്ങി. ആരോട് ചോദിച്ചിട്ടാണ് നീ ചെയ്തത്? നീ പോയി വീണത് പണംകുടിയിലാണ്, നിനക്ക് നീ എങ്ങനെ എഴുന്നേൽക്കാൻ പറ്റും? ഞങ്ങൾ സ്വപ്നം കണ്ടതാണ് നിന്നെ കുറിച്ച്, നീ എന്തായി തീരേണ്ട ഒരു മനുഷ്യനാണ്.
ആമേ, നിന്നെ നിന്നെ എങ്ങനെയാണ് ഞങ്ങൾ കണ്ടത് എന്നെല്ലാം എതിർത്ത് സംസാരിക്കാനായിട്ട് തുടങ്ങി. ആ സമയത്തെല്ലാം ഞാൻ മുറിയടച്ചിട്ടിട്ട് ഒന്നും അറിയത്തില്ല, എന്തു ചെയ്യണമെന്ന് അറിയില്ല. എനിക്കൊരു ബന്ധക്കോസ് പാസ്റ്റേഴ്സിന് എനിക്കറിയത്തില്ല, ആരുമായിട്ട് സംസാരിക്കണം എനിക്കൊന്നും അറിയത്തില്ല, ഒരു വഴിയും മുമ്പിലില്ല. എല്ലാം അടഞ്ഞ സാഹചര്യത്തിൽ നിൽക്കുമ്പോഴും കർത്താവ് എന്നോട് പറയുന്നു, നീ നിന്നത് സത്യത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ, ആമേ, നീ സത്യത്തിന് വേണ്ടിയിട്ടാണ് നിന്നത്, അങ്ങനെയെങ്കിൽ നിന്റെ ഫ്യൂച്ചറിനെ ഞാൻ അനുഗ്രഹിക്കും. ആമേ, നിന്റെ നാളുകളെ ഞാൻ അനുഗ്രഹിക്കും. കർത്താവ് സംസാരിക്കാൻ തുടങ്ങി. സത്യം നിങ്ങൾ അറിയുമ്പോൾ സത്യം നിങ്ങളെ വിടുതലാക്കും. ഈ ശബ്ദമാണ് ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ എന്റെ മേൽ കർത്താവ് ഒരു പദ്ധതി വെച്ചിട്ടുണ്ട്. എനിക്കൊന്ന് ഉറപ്പ് പറയാൻ പറ്റും, എന്റെ ജീവിതത്തിന്റെ നടുവിൽ കർത്താവ് ഇങ്ങനത്തെ ഒരു അപകടത്തിൽ നിന്ന് വിടുവിച്ചെങ്കിൽ, മരണഭീതിയിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നുവെങ്കിൽ, ആ സാഹചര്യത്തിൽ കർത്താവ് രക്ഷിച്ചുവെങ്കിൽ, എന്നെ കുറിച്ച് കർത്താവിനൊരു പദ്ധതിയുണ്ട്. എന്നെ കുറിച്ച് കർത്താവ് ഒരു പ്രോമിസ് വെച്ചിട്ടുണ്ട്. അത് നടക്കും, അത് അങ്ങനെ തന്നെ സംഭവിക്കും എന്നുള്ള ഉറപ്പ് എനിക്ക് കർത്താവ് നൽകാൻ തുടങ്ങി. സംഭവിച്ചത് വേറൊന്നുമല്ല, കുറെ നാളുകൾ അങ്ങനെ പോയി. ചർച്ചിലല്ലോ, ഭവനത്തിലാണല്ലോ, ആമേൻ, തൊട്ടടുത്തുള്ളതായിട്ടുള്ള ബെന്തക്കോസ് ചർച്ചിൽ പോയി ഞാൻ കർത്താവിനെ ആരാധിക്കുവാനായിട്ട് തുടങ്ങി. അങ്ങനെ കർത്താവ് ഓരോ വഴികൾ തുറക്കാൻ തുടങ്ങി. ആ സമയത്ത് ഞങ്ങൾ ഒരു MSCSI വിട്ടു വന്ന അച്ഛന്മാര് ഞങ്ങളെല്ലാം ഒരുമിച്ച് കൂടിയിരുന്ന് പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ കർത്താവ് ഓരോ നാളും ശുശ്രൂഷയുടെ ഡോറുകൾ അങ്ങ് തുറന്നു, ശുശ്രൂഷയുടെ വാതിലുകൾ അങ്ങ് തുറന്നു. എന്നിട്ട് എനിക്ക് തോന്നുന്നു വിവിധമായ സ്റ്റേറ്റുകളിൽ കർത്താവ് വേലയ്ക്കായി അയച്ചു. ജാർഖണ്ഡില് കർത്താവിന്റെ ശുശ്രൂഷമായി വിസിറ്റ് ചെയ്യാൻ കർത്താവ് സഹായിച്ചു. ഡൽഹിയില് കർത്താവിന്റെ നാമമഹത്വത്തിനായിട്ട്, തമിഴ്നാട്ടില് ഒക്കെയും കർത്താവ് അങ്ങ് അയക്കുവാനായിട്ട് തുടങ്ങി. അപ്പോ കൊണ്ടുപോകാൻ തുടങ്ങിയ ഉടനെ എനിക്ക് മനസ്സിലായി, ആമേ, ഈ നാളിൽ കർത്താവ്, ആമേ, ആമേ, എന്നെ കുറിച്ച് ഒരു വലിയ പദ്ധതി വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ഞാൻ തിരിച്ചറിയാൻ തുടങ്ങി, പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി, കർത്താവിന്റെ നാമത്തിന് വേണ്ടി ശക്തിയോടെ നിൽക്കാൻ തുടങ്ങി. എന്നോട് പറഞ്ഞു, നീ എനിക്ക് അടുത്ത് എന്ത് ചെയ്യും, ഒന്നും നിനക്ക് നീ തെണ്ടി ജീവിക്കേണ്ടി വരും. അങ്ങനെ അവരെ സംസാരിക്കാൻ തുടങ്ങി. നീ തെണ്ടേണ്ടി വരും, കാരണം നീ എല്ലാം വിട്ടേച്ചു പോയില്ലേ, നീ ഇത്ര നാൾ ഞങ്ങൾ കാത്തുവെച്ചതെല്ലാം തകർത്തോണ്ട് പോയില്ലേ എന്ന് ആമേൻ പറയാൻ തുടങ്ങിയ സാഹചര്യത്തില് അതേ ഭവനത്തില് കർത്താവ് എന്നെ ഓരോ നാളും അനുഗ്രഹിക്കുവാൻ തുടങ്ങി. ഞാൻ ഒന്ന് പറയാം, ഞാൻ പറഞ്ഞില്ലേ, ഞാനൊരു ലൈൻസിലാണ്, എസ്റ്റേറ്റ് ലൈൻസിലാണ് താമസിക്കുന്നത്. എന്നാൽ എന്ന് ഞാൻ കർത്താവിനെ അറിഞ്ഞു, ആമേൻ, സത്യത്തിന് വേണ്ടി നിന്നു. അന്ന് മുതൽ കർത്താവ് എന്നെ ഒന്നൊന്നായി അനുഗ്രഹിക്കുവാൻ തുടങ്ങി. നല്ലൊരു ഭവനം. നെക്സ്റ്റ് ഇയർ ഈ സംഭവം കഴിഞ്ഞ് സഭയിൽ നിന്ന് പുറത്തു വന്നു. ആമേൻ, കർത്താവിന്റെ നാമത്തിന് വേണ്ടി ശുശ്രൂഷിക്കാൻ തുടങ്ങി. നെക്സ്റ്റ് ഇയർ തന്നെ കർത്താവ് ഒരു നല്ല ഭവനം കർത്താവ് നൽകി. ഞാൻ വിശ്വസിക്കുന്നു, ഇന്ന് ഈ സമയത്തും ഈ സാക്ഷ്യം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു, കർത്താവിന് വേണ്ടി നമ്മൾ നിൽക്കുമ്പോൾ, കർത്താവിന് വേണ്ടി നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ, നമ്മുടെ ഏത് ആവശ്യങ്ങളുണ്ടെങ്കിലും കർത്താവ് അത് പരിഹരിച്ച് നമ്മെ മാനിക്കുന്ന ഒരു ദൈവമാണ്. കർത്താവ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ആമേൻ, ആദ്യം അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കും, അതോട് കൂടെ എല്ലാം കൊടുക്കപ്പെടും. അങ്ങനെയെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു, എന്റെ ജീവിതത്തിന്റെ നടുവിൽ ഞാൻ കർത്താവിന്റെ വചനം അനുസരിച്ചതുകൊണ്ട്, കർത്താവിൽ ഞാൻ പൂർണ്ണമായി ആശ്രയിച്ചതുകൊണ്ട്, ഞാൻ സത്യത്തിന് വേണ്ടി നിന്നതുകൊണ്ട്, ഈ ദിവസങ്ങളിൽ കർത്താവ് എന്നെ അസാധാരണമായി ജീവിതത്തിൽ ഭൗതികമായ നന്മകളും ആത്മികമായ അനുഗ്രഹവും നൽകി കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ആമേൻ. ഒന്ന് ഞാൻ പറയാം, ആ സമയത്ത് തന്നെ ആര് പാടില്ല, ആര് നീ ഇവിടെ രക്ഷപ്പെടില്ല എന്ന് പറഞ്ഞോ, അവരുടെ മുന്നേ തന്നെ നല്ലൊരു ഭവന കർത്താവ് നൽകി. നെക്സ്റ്റ് ഇയർ, അതിന്റെ നെക്സ്റ്റ് ഇയർ തന്നെ കർത്താവ് എനിക്ക്, എല്ലാവരും ആ സമയത്തെല്ലാം എന്താണ് CSI എന്റെ കൂടെ വർക്ക് ചെയ്യുന്നത്, എന്റെ കൂടെ ജോലി എടുത്തവർ, എന്റെ കൂടെ ശുശ്രൂഷയിലായിരുന്നവരെല്ലാം എന്താ പറയുക, സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങൾ എടുത്ത് എങ്ങനെയെങ്കിലും അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് എനിക്കത് നെക്സ്റ്റ് ഇയർ തന്നെ ഒരു പുതിയ ഒരു 4 വീലർ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കർത്താവ് നൽകി. ഞാൻ ഒന്ന് പറയാം, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇതൊന്നും വലിയ കാര്യമല്ല. ഞാൻ സ്വതന്ത്രം കർത്താവ് വീട് തന്നതോ കാറ് തന്നതോ അതല്ല ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. സ്തോത്രം, അതിലും വലുത് കർത്താവ് ഈ നാളുകളിൽ സ്തോത്രം പ്രത്യക്ഷമായിട്ട് നമ്മെ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനുഗ്രഹിച്ചിരിക്കും. ഹല്ലേലൂയ. നമ്മെ മാനിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കർത്താവ് മാനിച്ചിരിക്കും. എന്റെ ജീവിതത്തിൽ ഞാൻ അത് അനുഭവിച്ചതാ പറയുന്നത്. അങ്ങനെ സ്വന്തം ജീവിതത്തിന്റെ നടുവിൽ കർത്താവിന്റെ മഹത്വമേറിയ ശുശ്രൂഷകൾ
ചെയ്തുകൊണ്ടിരിക്കുന്നു, കർത്താവിന്റെ വേലയിൽ തുടർന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ 2008 ഞാന് ഞാൻ പറഞ്ഞല്ലോ, വാഗമണ്ണിന്റെ തൊട്ട് അടുത്ത ഒരു സ്ഥലത്താണ് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഉളുപ്പുണി എന്ന ദേശത്ത്. ആമേൻ. അന്ന് പകൽ ആ, 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 ഒരു 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 കല്യാണം നടത്താനായിട്ട് പോണം. കല്യാണം ചർച്ചിൽ വെച്ച്, ചർച്ചില് ഒരു ഒരു ബ്രദറിന്റെ കല്യാണം. ആ സമയത്ത് തന്നെ ഞാൻ ഇൻഫാന്റ് ജീസസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഏലപ്പാറയില് പഠിപ്പിച്ചുകൊണ്ടിരിക്കും. ഈ CSI ശുശ്രൂഷയിലായിരിക്കും തന്നെ. പകൽ സമയം ഞാൻ ഒത്തിരി തിരക്കില്ലാത്ത ഇതായതുകൊണ്ട്, കുറച്ച് ഫീൽഡ്, ചെറിയൊരു ഫീൽഡ് ആയതുകൊണ്ടും ഞാൻ ഇൻഫന്റ് ജീസസ് സ്കൂളില് പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. ഒരു ദിവസം ഈ കല്യാണത്തിന് എനിക്ക് പോണം. രണ്ട്, സ്കൂളില് ലീവ് എടുക്കണം. സ്കൂളില് ലീവ് ഞാൻ ചോദിച്ചപ്പോൾ അവിടുത്തെ അച്ഛൻ പറഞ്ഞു, സാറിന് ഇന്ന് ലീവ് തരാൻ പറ്റത്തില്ല, കാരണം ഓൾറെഡി 1-2 പേർ ലീവ് എടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ലീവ് തരാൻ പറ്റത്തില്ല. രണ്ടാമത് ഞാൻ ചിന്തിക്കുന്നു, ലീവ്, ഈ ജോലി പോയാലും പോട്ടെ, ഇതൊരു പാർട്ട് ടൈം ചെയ്തുകൊണ്ടിരിക്കുന്ന, പക്ഷെ എനിക്ക് ചെയ്യേണ്ടത് ശുശ്രൂഷ, കർത്താവിന്റെ വേലയാ എന്ന് പറഞ്ഞിട്ട് ഞാൻ വീട്ടിൽ വന്നിട്ട് വാഹനം എടുത്ത് കല്യാണത്തിന് 9:30 ഉൾപ്പുണിയിൽ പോകണം, റെഡിയായി ഇറങ്ങാൻ തുടങ്ങിയപ്പോ എന്റെ വാഹനം വീട്ടിലില്ല, ബൈക്ക് വീട്ടിലില്ല. ആ സമയത്ത് എന്റെ സഹോദരൻ എന്നെ ചോദിക്കാതെ എന്റെ ബൈക്ക് എടുത്തുകൊണ്ട് അദ്ദേഹം അങ്ങ് പോയി. സംഭവിച്ചത് വേറൊന്നുമില്ല. തൊട്ട അടുത്ത ഒരു പാസ്റ്റർ, അറിയാവുന്ന ഒരു പാസ്റ്റർ, അദ്ദേഹത്തിന്റെ അടുത്ത് പോയിട്ട് ഞാൻ ചോദിച്ചു, എനിക്ക് ഇന്ന് ഒരു ദിവസത്തേക്ക് പാസ്റ്ററിന്റെ ബൈക്ക് ഒന്ന് തരണം. അദ്ദേഹം എന്നോട് പറഞ്ഞു, പാസ്റ്ററെ, ഞാനും കുറച്ച് തിരക്കില്ല, എനിക്കും അത്യാവശ്യമുണ്ട് ബൈക്ക്, അതുകൊണ്ട് വേറെ എന്തെങ്കിലും ക്രമീകരിക്കാൻ പറ്റുമോ? ഞാൻ ചോദിച്ചു, പാസ്റ്ററിന് എങ്ങോട്ടാ പോകണ്ടേ? പാസ്റ്റർ പറഞ്ഞു, എനിക്കൊരു 3-4 കിലോമീറ്റർ അപ്പുറത്താ പോകണ്ടേ. ഞാൻ പറഞ്ഞു, ഞാൻ ഓട്ടോ അറേഞ്ച് ചെയ്യാം, അതിനുള്ള പൈസ ഞാൻ കൊടുത്തേക്കാം. ഈ സമയത്ത് എനിക്ക് ചേർച്ചിൽ പോയേ പറ്റൂ, കല്യാണമാ, അതുകൊണ്ട് ഒരു നിമിഷം പോലും എനിക്ക് കളയാനായിട്ടില്ല, പാസ്റ്റർ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. ആ സമയത്ത് ഞാന് വാഹനം എനിക്ക് തന്നു. ആ സമയത്ത് വാഹനം എടുത്തത് എനിക്ക് നന്നായിട്ട് ഓർമ്മയുണ്ട്. അമ്മേ, നെക്സ്റ്റ് എനിക്ക് ഓർമ്മ വരുന്നത്, കാരിത്താസ് ഹോസ്പിറ്റലില് ICU മുറിക്കകത്തുനിന്ന് പുറത്തു വരുന്ന ഒരു 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 എന്താണ്, പുറത്തു കൊണ്ടുവരുന്നതാണ് വീണ്ടും എനിക്ക് ഓർമ്മ വരുന്നത്. ഈ ബൈക്ക് എടുക്കുന്ന സമയവും ഈ കാരിത്താസ് ICU മുറിയിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്ന സമയവും ഇതിന്റെ ഇടയ്ക്ക് എന്തോ സംഭവിച്ചോ, എനിക്കൊന്നും അറിയത്തില്ല. എന്തോ സംഭവിച്ചു, എന്തായി, ഒന്നും അറിയത്തില്ല. പക്ഷെ സംഭവിച്ചത് വേറൊന്നുമില്ല. ഈ ബൈക്ക് ഞാൻ എടുത്തിട്ട് ഏലപ്പാറയിൽ നിന്ന് വാഗമണ്ണിലേക്ക് തിരിയുന്ന ആ റൂട്ടിലേക്ക് തിരിയുമ്പോൾ, മുകളിൽ നിന്ന് മെയിൻ റൂട്ടില്, കുട്ടിക്കാനം റൂട്ടില് വന്നുകൊണ്ടിരുന്ന ശരണ്യ ബസ്, അന്ന് നമുക്ക് എല്ലാവർക്കും പൊതുവെ അറിയാം, ഈ ശരണ്യ ബസ് ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് സഞ്ചരിക്കുന്ന ഒരു ബസ്സാണ്. ആ ബസ് വന്ന്, ഞാന് ഹെൽമെറ്റ് ഇല്ല, ഞാന് എന്താ ടെൻഷനാണ്, അച്ഛൻ ലീവ് തന്നിട്ടില്ല, എനിക്ക് കല്യാണം നടത്താൻ പോകണം, ടെൻഷൻ ഒത്തിരി ഉണ്ട്. വാഹനം വീട്ടിൽ വന്ന് നോക്കിയപ്പോ വാഹനമില്ല, സമയമായി, പാസ്റ്ററുടെ അടുത്ത് പോയി വാഹനം വായിക്കുന്നു. ഇതെല്ലാം ടെൻഷൻസ് ഇങ്ങനെ കിടക്കുക. സമയത്ത് പോവുകയും ചെയ്യണം. ഞാൻ മുകളിൽ ശ്രദ്ധിക്കാതെ റോഡ് ഒന്ന് ക്രോസ് ചെയ്ത് മാറിയപ്പോൾ മുകളിൽ നിന്ന് വന്ന ശരണ്യ ബസ് എന്നെ ഇടിച്ചങ്ങ് തെറിപ്പിച്ചു. ആ സമയത്ത് കണ്ടോണ്ട് നിന്ന ഒരു ദേവദാസി, കഴിഞ്ഞ ദിവസങ്ങളിൽ ആ ദേവദാസന് എന്നോട് പറഞ്ഞു, പാസ്റ്ററിനെ കാണുമ്പോഴെല്ലാം എനിക്ക് ആ ഓർമ്മയാ വരുന്നത്. കാരണം പാസ്റ്റർ വണ്ടി ഇടിച്ച് തെറിപ്പിച്ചപ്പോൾ ഇടിച്ചിടിച്ച് തെറിച്ചുപോയി, ഒത്തിരി ദൂരെ വീണത്. എന്നിട്ട് ആ ബൈക്ക് എന്താണ്, ഈ ബസിന്റെ അകത്തേക്ക് കയറിപ്പോയതും, മുൻഭാഗം ഇടിച്ച് അകത്തേക്ക് കയറിപ്പോയതും, വായിന്ന് നൊര വന്നിട്ട് മരിച്ചു എന്ന് പറഞ്ഞ് എടുത്തോണ്ട് പോയതായ ഒരു സിറ്റുവേഷൻ, സാഹചര്യം ഇപ്പോഴും ഞാനത് എന്റെ മനസ്സിൽ പാസ്റ്ററിനെ കാണുമ്പോഴെല്ലാം വരുന്നുണ്ട് എന്ന് കഴിഞ്ഞ ദിവസം വരെ ഒരു ദൈവദാസൻ പറയുകയുണ്ടായി. ഞാൻ പറഞ്ഞത്, ആ സമയത്ത് ആ ആക്സിഡന്റ് നടന്ന് ആ സമയത്ത് തന്നെ എല്ലാവരും പറഞ്ഞു, എബ്രഹാം മരിച്ചു, എബ്രഹാം തീർന്നുപോയി. കാരണം തൊട്ടടുത്തൊരു ഹോസ്പിറ്റലിലേക്ക് കയറ്റി അവർ പറഞ്ഞു, പോയി, ആള് പോയി, നിങ്ങൾ പറ്റുന്നെങ്കിൽ താഴോട്ട് കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ കൊണ്ടുപോക്കോ, ആളെ കിട്ടത്തില്ല. കാരണം ശരിക്കും തലയിൽ ബ്ലഡ് ത്രോട്ടായി, എന്താണ്, തല പൊട്ടിയിട്ടില്ല, ബ്ലഡ് ത്രോട്ട് ആയതുകൊണ്ട് എനിക്ക് അവർ പറഞ്ഞു, അങ്ങോട്ടേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ മരണം സംഭവിക്കും. ആ സാഹചര്യത്തിൽ പപ്പ
ഓടി വന്ന് ഒരു ജീപ്പ് പിടിച്ചിട്ട് വേഗത്തിൽ വാഹനം വിടാൻ തുടങ്ങി. നേരെ കൊണ്ടുപോയത് ആ കോട്ടയം മെഡിക്കൽ കോളേജിലാണ്. കോട്ടയം മെഡിക്കൽ കോളേജിൽ പോയപ്പോ അവരും കൊണ്ടുപോയി നിർത്തി ഓർമ്മ അവരും പറഞ്ഞു ഇദ്ദേഹത്തെ കിട്ടില്ല, മരിച്ചുപോയ മരണം സംഭവിക്കും. നിങ്ങൾ ഇവിടെയും സംശയമെങ്കിൽ നിങ്ങൾ കാരിത്താസ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോക്കോ, എന്തേലും ചെയ്യണമെങ്കിൽ അവിടെ പോയി ചെയ്തോ എന്ന് പറഞ്ഞ് മെഡിക്കൽ കോളേജിൽ നിന്നും അവിടേക്ക് പറഞ്ഞയക്കാൻ തുടങ്ങി. അങ്ങനെ കാരിത്താസിലേക്ക് കൊണ്ടുപോയി കയറ്റി. സംഭവിച്ചത് വേറൊന്നുമില്ല. ദൈവമക്കള്, ദൈവദാസന്മാര്, കൂടെയുള്ളവര്, മാതാപിതാക്കൾ എല്ലാവരും നിലവിളിച്ച് പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. അപ്പോ അവര് പറഞ്ഞൊരു കാഴ്ച, താഴെ ഭാഗത്ത് നിന്ന് എല്ലാവരും പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങിയെന്ന്. കർത്താവെ രക്ഷിക്കണം. ഒന്നാമത് ഒരു വലിയ മരണ അവസ്ഥയിൽ നിന്ന് രക്ഷിച്ച് കർത്താവിന്റെ വേലയിലേക്ക് മടക്കി കൊണ്ടുവന്നുവെങ്കിൽ കർത്താവെ ഇതിന്റെ അകത്തൊന്നും ജീവനെ പകരണമെന്ന് പറഞ്ഞ് ശക്തിയോട് അവർ പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. സംഭവിച്ചത് വേറൊന്നുമില്ല. അന്ന് അവിടെ ഡ്യൂട്ടിക്ക് ഇല്ലാത്ത ഒരു ഡോക്ടറിനെ കർത്താവ് അവിടെ അയച്ചു. രാത്രി 11 ആകുമ്പോൾ ഓപ്പറേഷൻ ചെയ്യാനായിട്ട് തുടങ്ങി. എന്റെ ഈ ഭാഗത്ത് ഇങ്ങനെ മുടി നന്നായിട്ട് വെട്ടുമ്പോൾ ലൈവായിട്ട് കാണാൻ കഴിയും. ഇതുപോലെ ഒരു ചോദ്യക്കുറി പോലെ ഇവിടെ ഇങ്ങനെ ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ട്. രാത്രി 11:30 ആകുമ്പോൾ ഓപ്പറേഷൻ ചെയ്തു. സംഭവിച്ചത് വേറൊന്നുമില്ല, കർത്താവ് ജീവനെ മടക്കി നൽകി. അത്ഭുതകരമായി കർത്താവ് ജീവനെ തന്ന് സൗഖ്യത്തിലേക്ക് കർത്താവ് നടത്തി. ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഇപ്പോൾ ഈ സാക്ഷ്യം കൈമാറിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു, വാഗ്ദത്തമുള്ളവനെ ഒരു ശത്രുവിനും തൊടുവാൻ കഴിയത്തില്ല. വാഗ്ദത്തമുള്ളവനെ മരണത്തിന് തൊടുവാൻ കഴിയത്തില്ല. അങ്ങനെ ആ പ്രത്യേകമായ സാഹചര്യത്തിൽ നിന്ന് കർത്താവ് എന്നെ പുറത്തു കൊണ്ടുവന്നു. ഹല്ലേലൂയ. സംഭവിച്ചത് വേറൊന്നുമല്ല, കൂടെ നിന്നവർ പോലും, കൂടെ എന്നെ കൊണ്ടുപോയവർ, കൂടെ നിന്നവർ പോലും ഇങ്ങോട്ടേക്ക് കോള് വിളിച്ച് പറഞ്ഞെന്ന്, എബ്രഹാം അങ്ങനെ രക്ഷപ്പെട്ടാലും എബ്രഹാം വീൽ ചെയറിൽ വേണം കൊണ്ടു നടക്കാം. എബ്രഹാം വീട്ടിൽ കൊണ്ട് വേണമെങ്കിൽ വെറുതെ വെക്കാം, ചുമ്മാതെ ഇരുത്താം, വെറുതെ വെക്കാം, കണ്ടുകൊണ്ടിരിക്കാം. പക്ഷെ എബ്രഹാമിനെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് കോൾ ചെയ്ത് ഇങ്ങോട്ടേക്ക് അറിയിച്ച സംഭവങ്ങളെല്ലാം കേൾക്കാനായിട്ട് ഇടയായി തീർന്നു. ആ സമയത്തും ഇത് 7ാമത്തെ ദിവസം IC മുറിക്കകത്തുനിന്ന് പുറത്തു കൊണ്ടുവരുമ്പോഴാണ് എനിക്ക് ഓർമ്മ വരുന്നത്, അതിന്റെ മുമ്പ് എന്ത് സംഭവിച്ചോ എന്ത് നടന്നോ എനിക്കൊന്നും അറിയത്തില്ല. ഞാൻ ഒന്ന് പറയാം, ഈ നാളുകളിൽ നമ്മെ വിളിച്ച ദൈവം ഏത് സാഹചര്യത്തിലും നമ്മെ നടത്താൻ ശക്തനാണ്. മരണം നിന്നെ തൊടില്ല. ഒരു മരണഭാഷവും നിന്നെ തൊടാൻ കഴിയത്തില്ല. ബൈബിൾ വ്യക്തമായിട്ട് പറയുന്നു, മരണത്തെ ജയിച്ചവൻ, പാതാളത്തെ ജയിച്ചവൻ നമ്മോട് കൂടെയുണ്ട്. ആ ഒരു നല്ല വചനത്തിന്റെ വെളിപ്പാടോടുകൂടി ഇന്ന് പകൽ ഞാൻ ഈ സാക്ഷ്യം കൈമാറുമ്പോൾ വളരെ സ്നേഹത്തോട് ഞാൻ പറയാ, ഈ നാളിൽ വാഗ്ദത്തം നമ്മുടെ മേലുണ്ടെങ്കിൽ ഒരു ശത്രുവിനും നമ്മെ ടച്ച് ചെയ്യാൻ കഴിയത്തില്ല, തൊടുവാൻ കഴിയത്തില്ല. അങ്ങനെ ആ ഹോസ്പിറ്റലിൽ വിട്ട് സ്വന്തം ദേശത്തേക്ക് കൊണ്ടുവന്നു. സംഭവിച്ചത് വേറൊന്നുമില്ല, എല്ലാവരും വന്ന് നോക്കാൻ തുടങ്ങി. മരിച്ചുപോയവനല്ലേ, മരണപ്പെട്ടവനല്ലേ, ജീവിച്ച് തിരിച്ചു വന്നിട്ടുണ്ട്. ഒത്തിരി പേർ വന്ന് കാണാനായിട്ട് തുടങ്ങി. സംഭവിച്ചത് വേറൊന്നുമില്ല, ഈ ദേശത്ത് എഴുന്നേറ്റ് നടക്കത്തില്ല, ഇവൻ വീണ്ടും വാഹനം ഓടിക്കത്തില്ല, ഇവൻ കർത്താവിന്റെ വേല ചെയ്യത്തില്ല എന്ന് വെല്ലുവിളിച്ച ദേശത്ത് തന്നെ, വെല്ലുവിളിച്ച ആ സ്ഥലത്ത് തന്നെ കർത്താവ് പുറത്തു കൊണ്ടുവരാൻ തുടങ്ങി. കർത്താവ് മാനിക്കാനായിട്ട് തുടങ്ങി. സംഭവിച്ചത് വേറൊന്നുമല്ല. എന്നോട് പറഞ്ഞു, ഡോക്ടേഴ്സ് പറഞ്ഞു വിട്ടു, വാഹനം ഓടിക്കരുത്, സഡൻലി എടുത്ത് വാഹനം ഓടിക്കരുത്, കുറെ നാൾ റെസ്റ്റ് എടുക്കണം, അതിനുള്ള ടാബ്ലറ്റ് കഴിക്കണം, എന്തൊക്കെയോ ചെയ്യണം, എല്ലാം പറഞ്ഞാ വിട്ടത്. പക്ഷെ സംഭവിച്ചത് വേറൊന്നുമില്ല. ഞാൻ ഇവിടെ വന്ന് കുറച്ച് ദിവസമോ പോലും കഴിഞ്ഞില്ല, എന്റെ അകത്തൊരു ഉറപ്പുണ്ടായി, ഒരു ധൈര്യം ഉണ്ടായി. എവിടെ നീ തീർന്നെന്ന് പറഞ്ഞോ അവിടെ നീ സഞ്ചരിക്കും. ഹല്ലേലൂയ. കർത്താവിനോട് സംസാരിക്കാൻ തുടങ്ങി. അവിടെ നീ എഴുന്നേറ്റ് നിൽക്കും. അങ്ങനെയെങ്കിൽ 7ാമത്തെ ദിവസം എന്നോട് എല്ലാവരും പറഞ്ഞു, നീ വണ്ടി എടുത്ത് ഓടിക്കരുത്, നീ ബൈക്ക് ഓടിക്കരുത്. ആ സ്ഥലത്ത് വെല്ലുവിളിയുടെ മുമ്പിൽ കർത്താവ് വീണ്ടും കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാൻ കർത്താവ് സഹായിച്ചു. അങ്ങനെ ഈ ചമ്മണ്ണ ദേശത്ത്, എലപ്പാറ പട്ടണത്തിൽ ചമ്മണ്ണ ദേശത്തില് എവിടെ തകർക്കാൻ പദ്ധതിയിട്ടോ അവിടെ
കർത്താവ് ഈ നാൾ വരെ മാനിച്ചുകൊണ്ടിരിക്കുകയാണ്. ജീവിതത്തിന്റെ അകത്ത് ഒത്തിരി പ്രതികൂലമായ സാഹചര്യങ്ങൾ, ജീവിതത്തിന്റെ അകത്ത് ഒത്തിരി വേദനകൾ, ഒത്തിരി കഷ്ടങ്ങൾ, ഒത്തിരി പ്രതികൂലങ്ങൾ. പക്ഷെ പലപ്പോഴും എന്നെ അറ്റാക്ക് ചെയ്തൊരു മേഖല എന്ന് പറയുന്നത് മരണമാണ്. എങ്ങനെയെങ്കിലും തകർത്ത് കളയണം, എങ്ങനെയെങ്കിലും അവൻ മരണപ്പെടുത്തണം എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് നിന്ന ശത്രുവിന്റെ മണ്ഡലത്തിന്റെ നടുവിൽ കർത്താവ് ഈ നാളുകൾ ജീവനോടെ നിർത്തിയിരിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ ഒന്ന് പറയാ, സങ്കീർത്തനക്കാരൻ വ്യക്തമായിട്ട് പറയുന്നു, ഞാൻ മരിക്കില്ല, ഞാൻ ജീവനോടെ ഇരുന്ന് കർത്താവിന്റെ പ്രവൃത്തികളെ ഞാൻ പറഞ്ഞു. ഈ സാക്ഷ്യം ഞാൻ കൈമാറിക്കൊണ്ടിരിക്കുമ്പോൾ ആരുടെ എങ്കിലും ജീവിതത്തിനകത്ത് തീർന്നു പോയി എന്ന് വിചാരിക്കുന്നുണ്ടോ? എന്നാൽ ദൈവ കരം ഇന്ന് പകൽ നിങ്ങളുടെ നടുവിൽ ശക്തമായിട്ട് ഇറങ്ങി വന്ന് നിങ്ങളുടെ അവസാനമല്ല, കർത്താവ് നിങ്ങൾക്ക് ചില ആരംഭങ്ങൾ തരാൻ അവൻ ശക്തനായ ദൈവമാണ്. എന്റെ അനുഭവത്തില് ഞാൻ പറയുന്നത്, തീർന്നുപോയ സ്ഥലത്തിലാണ് കർത്താവ് മാനിക്കാൻ തുടങ്ങിയത്. അതുകൊണ്ട് ഈ നാളുകളിൽ കർത്താവ് ഞാൻ പഴയ അവസ്ഥയിൽ നിന്ന് ടോട്ടലി കർത്താവ് എന്നെ തിരിച്ചു, ടോട്ടലി കർത്താവ് എന്നെ മാറ്റി. ഈ ദിവസങ്ങളിൽ നല്ല ആത്മീയ ബന്ധങ്ങൾ, നല്ല ശുശ്രൂഷകൾ, വിവിധമായ മേഖലയ്ക്കകത്ത് കർത്താവിന് വേണ്ടി പ്രവർത്തിക്കാനൊക്കെയും കർത്താവ് സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. വൈഫ് ജീവിതത്തിന്റെ അകത്ത് കഴിയുന്ന ആളുകളെല്ലാം ഒത്തിരി ബലഹീനപ്പെട്ടു. ഹാർട്ടിൻ്റെതായിട്ടുള്ള ചില പ്രയാസങ്ങൾ കടന്നു വന്നു. പക്ഷെ അതിന്റെ നടുവില് കഴിഞ്ഞ ദിവസങ്ങളില് വളരെ ഞങ്ങൾ പ്രാർത്ഥിച്ചു, കർത്താവെ എന്നെ രക്ഷിച്ചൊരു ദൈവം, എന്നെ മാനിച്ചൊരു ദൈവം, എന്നെ പുറത്തു കൊണ്ടുവന്നൊരു ദൈവം, എനിക്ക് ജീവൻ നൽകിയ കർത്താവ് എന്റെ വൈഫിനെ തുടർന്ന് പ്രാർത്ഥിച്ചു. ഈ നാളുകളിൽ പൂർണ്ണമായി റിസൾട്ടുകൾ മാറി തുടങ്ങി. എല്ലാ രോഗങ്ങളെയും, എല്ലാ ഹാർട്ട് സംബന്ധമായിട്ടുള്ള സകല രോഗത്തിന്റെ അവസ്ഥകളെയും സ്വർഗത്തിലെ ദൈവം മാറ്റി. ശുശ്രൂഷയ്ക്കൊക്കെ പോകുമ്പോൾ പലപ്പോഴും ഭയങ്കര ഉപദ്രവങ്ങൾ ഉണ്ടാവും, ഭയങ്കര പ്രതികൂലങ്ങൾ ഉണ്ടാവും. സംഭവിച്ചത് വേറൊന്നുമില്ല. ഒരു ദിവസം തമിഴ്നാട്ടിലെ ഉടുമ്പൽപേട്ടയില് കർത്താവിന്റെ ശുശ്രൂഷയിൽ 3 ദിവസം ഫാസ്റ്റിംഗിൽ നിൽക്കുമ്പോൾ രാത്രിയില് ഒരു ഫോൺ കോൾ വരുന്നു. ഭവനത്തിന്റെ അകത്ത് നിന്നാണ് ഒരു ഫോൺ കോൾ. മോൾക്ക് വായിന്ന് നൊര വന്നുകൊണ്ടിരിക്കുന്നു, ഭയങ്കരമായി ശരീരം ക്ഷീണിക്കുന്നു, അവൾക്ക് എപ്പോഴും എഴുന്നേറ്റ് നിൽക്കാൻ കഴിയാതെ വണ്ണം വീണുകൊണ്ടിരിക്കുകയാണ്, ബലം പൂർണ്ണമായി നഷ്ടപ്പെട്ടു എന്നുള്ള ഒരു വാർത്ത, ഒരു കോളാണ് എനിക്ക് വന്നേ. പക്ഷെ ഞാൻ ആ സമയത്ത്, ഞാൻ രാത്രിയിൽ എനിക്ക് തോന്നുന്നു 2 മണി സമയത്തില് കർത്താവിനെ എഴുന്നേൽപ്പിച്ചു 40 നേരം പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ചു. ആ മേഖലയെ യേശുവിന്റെ നാമത്തിൽ കർത്താവെ ശുശ്രൂഷിക്കുന്നവരെ കർത്താവിന്റെ നാമം മഹത്വത്തിനു വേണ്ടി നിൽക്കൊണ്ട് എതിരേറ്റു വരുന്ന സകല ശത്രുവിന്റെ മണ്ഡലങ്ങളെയും കർത്താവ് എടുത്തു മാറ്റണം, എന്റെ മോളെ സൗഖ്യമാക്കണം, അത്ഭുതം ചെയ്യണം എന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിയപ്പോൾ, ഹല്ലേലൂയ, രാവിലെ എനിക്ക് കോൾ വരുന്നു. മോളെ കൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ട് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ മോൾക്ക് ഒരു കുഴപ്പമില്ല, മോള് നല്ല ആരോഗ്യത്തിൽ. ഹല്ലേലൂയ. അതുകൊണ്ട് ഒന്ന് ഞാൻ പറയുന്നു, ഈ നാളുകളിൽ നമ്മൾ വിശ്വസിക്കുന്ന ദൈവം ഒരിക്കലും കൈവിടാത്ത കർത്താവാണ്, ഒരിക്കലും നമ്മെ ഉപേക്ഷിക്കാത്ത ദൈവമാണ്. അവൻ നമ്മെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. ഏത് സാഹചര്യത്തിലും നമ്മെ താങ്ങി നിർത്തുന്ന ഒരു നല്ല ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് പകൽ ഈ ശുശ്രൂഷ അല്ലെങ്കിൽ ഈ സാക്ഷ്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒന്നുകൂടി ഞാൻ ആവർത്തിച്ച് പറയുന്നു, ഈ നാളുകളിൽ ദൈവത്താൽ കഴിയാത്ത കാര്യം ഒന്നുമില്ല. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന കർത്താവ്. ഈ നാളുകളിൽ കിട്ടിയ നന്മകൾ, കിട്ടിയ അനുഗ്രഹങ്ങൾ, കിട്ടിയ ദൈവികമായിട്ടുള്ള വിടുതലുകൾ ഒക്കെയും ദേശത്തോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എല്ലാ ഞായറാഴ്ചയും എനിക്ക് തോന്നുന്നു ആരാധന കഴിഞ്ഞ് വന്ന് കുറെ നേരം കഴിഞ്ഞ് കാര്യങ്ങളെല്ലാം ചെയ്തു തീർത്ത് കഴിഞ്ഞ ഉടനെ തന്നെ പരസ്യയോഗ ശുശ്രൂഷയ്ക്ക് ഈ നാളുകളിൽ പോകുന്നു. എല്ലാ ആഴ്ചകളിലും എസ്റ്റേറ്റ് മേഖലയില്, ഹൈ റേഞ്ചിലെ ഉയർന്ന പ്രദേശങ്ങളിലൊക്കെയും ഞങ്ങൾ ദേവദാസന്മാർ ഒരുമിച്ച് പോയി നിന്ന് ഈ സാക്ഷ്യങ്ങളെ, കർത്താവ് ചെയ്ത അത്ഭുതങ്ങളെ, കർത്താവ് ചെയ്ത നന്മകളെ, സുവിശേഷത്തിന്റെ സത്യങ്ങളെ ദേശത്തോട് ഞങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഈ നാളുകളിൽ കർത്താവ് കൂടെയുണ്ട്, കർത്താവ് കരുതുന്നവൻ, കർത്താവ് മാനിക്കുന്നവൻ. ജീവിതത്തിന്റെ അകത്ത് എവിടെല്ലാം ശത്രു തകർക്കാൻ ശ്രമിച്ചോ, എവിടെല്ലാം നമ്മളെ മരണപ്പെടുത്താൻ ശ്രമിച്ചോ, എവിടെല്ലാം നമ്മൾ എഴുന്നേക്കത്തില്ല എന്ന് പറഞ്ഞോ, അവിടെയെല്ലാം സ്വർഗത്തിലെ ദൈവം
ഈ നാളുകളിൽ അനുഗ്രഹമായി നന്മ നൽകി, സൗഖ്യം നൽകി, വിടുതൽ നൽകി കർത്താവിന്റെ രാജ്യത്തിൽ പോർക്കളത്തിൽ ശക്തിയോടെ നിന്ന് പോരാടുവാൻ കർത്താവ് കൃപ നൽകിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് പകലും ഈ ദൈവശക്തിയിൽ ഞാൻ പൂർണ്ണമായിട്ട് ആശ്രയിക്കുന്നു. ദൈവ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ശുശ്രൂഷയിലായിരിക്കുന്നു. പ്രത്യേകമായിട്ട് ഈ നാളുകളിൽ ഈ ഒരു അവസരം ഈ അരോമ ടിവിയില് കർത്താവിനെ സാക്ഷീകരിക്കുവാൻ അവസരം നൽകിയതായിട്ടുള്ള ദൈവദാസനും ടിവിക്കുമുള്ളതായിട്ടുള്ള പ്രത്യേകമായ നന്ദി ഞാൻ അറിയിക്കുന്നു. കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. ഞാൻ ഒന്ന് വിശ്വസിക്കുന്നു, ആമേൻ, ഒത്തിരി പേരുടെ ലൈഫിൽ ഒത്തിരി സാക്ഷ്യങ്ങളുണ്ട്, ഒത്തിരി കർത്താവ് ചെയ്ത അത്ഭുതങ്ങളുണ്ട്. അതെല്ലാം ഈ നാളുകളിൽ പുറത്തു കൊണ്ടുവന്ന് ജനത്തോട് കൈമാറിയിട്ട് ഒരു സാക്ഷ്യം, ആമേൻ, വേറൊരു സാക്ഷ്യത്തെ ഉളവാക്കുമെന്ന് ദൈവത്തിന്റെ വചനപ്രകാരം ഈ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന ദൈവദാസനോടുള്ള പ്രത്യേക നന്ദിയെ ഞാൻ അറിയിക്കുന്നു. കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. ഈ അവസരം നൽകിയതിനെ ഓർത്ത് കർത്താവിന് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല ദൈവമേ, വിശ്വസ്തനായ പിതാവേ, നല്ല സമയത്തിനായി സ്തോത്രം. ഈ പകല് യേശുവിന്റെ നാമത്തിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ കർത്താവ് നൽകിയ നല്ല അവസരത്തിനായിട്ട് നന്ദി പറയുന്നു. പ്രത്യേകമായി അരോമ ടിവിക്കായി സ്തോത്രം. അതിന് നേതൃത്വം കൊടുക്കുന്ന ഡാനിയൽ ജോൺ പാസ്റ്റർ അവർക്ക് നന്ദി പറയുന്നു. ഈ നാളുകളിൽ അനേക സാക്ഷ്യങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ, ദേശങ്ങളുടെ നടുവിൽ, രാജ്യങ്ങളുടെ നടുവിൽ ഈ ചാനലിലൂടെ, ഈ ടിവിയിലൂടെ അനേകരോട് കൈമാറുവാൻ കർത്താവ് തന്റെ മകന്റെ മേൽ പകർന്നിരിക്കുന്ന വലിയ ദർശനത്തിനായി, വലിയ വിഷനായി ഒരുമിച്ച് നന്ദി പറയുന്നു. ഇത് വാച്ച് ചെയ്യുന്ന എല്ലാ കുടുംബങ്ങൾക്കും, എല്ലാ സഹോദരങ്ങൾക്കും, എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. എല്ലാവരും ധാരാളം കർത്താവ് അനുഗ്രഹിക്കണം. വലിയ മഹത്വം, വലിയ അനുഗ്രഹം ഈ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ ജീവിക്കുന്ന കർത്താവ്, ആമേൻ, യേശു ജീവനുള്ള ദൈവമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അനേകർ മടങ്ങി വരുവാൻ അതിന് കർത്താവ് സഹായിക്കണമേ. അവിടുന്ന് പ്രകാരം തന്നെ ചെയ്യും. അതിനായിട്ട് നന്ദി. മഹത്വമെല്ലാം കർത്താവിന് തുടർന്ന് മാനിക്കണം. യേശു കർത്താവിന്റെ അൻപുള്ള നാമത്തിൽ പിതാവേ, ആമേൻ. താങ്ക് യു കർത്താവിന്റെ ദാസൻ ഇബ്രഹാം അവറുകൾ. ഇത്രത്തോളം സമയം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവവും ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെക്കുറിച്ച് ദൈവനാമ മഹത്വത്തിന് വേണ്ടി അരോമ ടിവിയുടെ പ്രേക്ഷകർക്ക് പങ്കുവയ്ക്കുവാൻ സമയം വേർതിരിച്ചത് ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ജീവിതത്തിൻ്റെ അനുഭവങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ എത്രയോ സംഭവങ്ങളിലൂടെ കടന്നു പോകാനിടയായി തീർന്നു. വളരെ ചെറുപ്പത്തിൽ തന്നെ, ബാല്യക്കാരനായിരിക്കുമ്പോൾ തന്നെ ജീവിതത്തിൽ നേരിട്ട തിക്ത അനുഭവങ്ങൾ, മറക്കാനാകാത്ത സംഭവങ്ങൾ, ഓർമ്മകൾ ജീവിതത്തിലുടനീളം അത് വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലയളവിൽ കർത്താവിൻ്റെ സ്നേഹം കർത്താവ് പ്രകടിപ്പിച്ച് കർത്താവിങ്കിലേക്ക് ആകർഷിക്കുവാൻ, കർത്താവിൻ്റെ മകനായി, വേലക്കാരനായി, കർത്താവിന് പ്രയോജനമുള്ളവനാക്കി തീർക്കുവാൻ ദൈവത്തിന് പ്രസാദം തോന്നിയത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒരുപാട് അനുഭവങ്ങൾ, ഒരുപാട് ഓർമ്മകൾ, ഒരുപാട് ദൈവീയ ഇടപെടലുകൾ ജീവിതത്തിൽ രുചിച്ചറിഞ്ഞത് അത് അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം പങ്കുവച്ചല്ലോ. അത് കേൾവിക്കാരാകുന്ന അനേക പ്രിയപ്പെട്ടവർക്ക് അവരുടെ ജീവിതത്തിലും ഒന്ന് തിരിഞ്ഞു നോട്ടത്തിന് സഹായമായി തീരട്ടെ. ദൈവനാമം അതിലൂടെ മഹിമപ്പെട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം സമയം നമുക്ക് ഒരുമിച്ചായിരിക്കാൻ കർത്താവ് കൃപ ചെയ്തു. കർത്താവിൻ്റെ ദാസനെയും തൻ്റെ കുടുംബത്തെയും തൻ്റെ പ്രവർത്തനത്തെയും ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. തുടർന്നും നമുക്ക് ആമേനെ ഒരുമിച്ച് ആയിരിക്കുമ്പോൾ ദൈവസന്നിധിയിൽ ആമേൻ അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും വചനചിന്തയും നമുക്ക് കാണുവാനും കേൾക്കുവാനും നമുക്ക് പ്രാർത്ഥിക്കാം. പ്രേക്ഷകരിൽ ആർക്കെങ്കിലും ഏതെങ്കിലും പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ വിവരം അറിയിക്കാം. അതുപോലെ പ്രേക്ഷകർക്ക് വേണ്ടി എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9 മണിക്ക് ഓൺലൈനിൽ പ്രാർത്ഥന നടക്കുന്നു. നിങ്ങൾക്ക് അതിൽ സംബന്ധിക്കാം. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും വചന ചിന്തയുമായി വീണ്ടും കൂടി കാണുമ്പോഴേയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com.